ഇവിടെ പഠിക്കുന്നതല്ലാതെ ഇവിടെ എന്താണ് നിന്ന് നടത്തുന്നത്? ഞങ്ങളിത് പഠിക്കുന്നത് തെറ്റാണോ? അദ്ദേഹം പറഞ്ഞില്ല ഇസ്ലാം വിശ്വാസത്തെ കുറിച്ച് പഠിക്കുന്നത് തെറ്റാണോ? വർഗീയത പറഞ്ഞു. അതായിക്കോട്ടെ. അപ്പം ഈ പഠിക്കുന്നത് വർഗീയതയാണോ അബ്ദുൾ? അതിനുശേഷം നിങ്ങൾ തങ്ങളിൽ സംസാരിച്ചുള്ളൂ. പഠിക്കുന്നത് വർഗീയതയാണോ? പഠിക്കുന്നത് ഒരിക്കലും വർഗീയതയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ എന്നെ കുറെ തെറിയും പറഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ MM അക്ബർ വർഗീയവാദിയാണ് എന്ന് താങ്കൾ ഒരു മുസ്ലിം വിശ്വാസിയാണോ അബ്ദുള്ള? താങ്കൾ ഒരു മുസ്ലിം വിശ്വാസിയാണോ അതോ മുർത്തദായോ? മുർത്തദ. എന്നാ പിന്നെ എന്താ പ്രശ്നം? എന്തുവാ? താങ്കൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. എൻജോയ് ദ ഡേ. താങ്കൾ ഒരു പുറത്തതാണ്. എൻജോയ് ദ ഡേ. അങ്ങനെയല്ല, താങ്കൾ ഇസ്ലാം വിട്ട ഒരു വ്യക്തി. എൻജോയ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. എൻജോയ് ചെയ്യാലോ, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളല്ലേ വലിച്ചു കയറ്റി, ഞാൻ അങ്ങോട്ട് വന്നില്ലല്ലോ. ഞാൻ പിന്നെ സഹോദര മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറഞ്ഞേ. ഇത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണല്ലോ. അത് വേണ്ട. പിന്നെ എന്താ പ്രശ്നം? എന്താ മുർത്തതായി? ഞാൻ മുർത്തതായെങ്കിൽ ഒന്ന് മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറഞ്ഞു. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്. ഇടക്കിടക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ഒരിക്കൽ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞതാണ്. ഇടക്കിടക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തി പ്രശ്നം കഴിഞ്ഞെന്ന്. താങ്കൾ ഒരു മുർത്തതായെങ്കിൽ താങ്കൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. താങ്കൾ ഇസ്ലാം വിട്ട ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് പിന്നെ എന്നാ പ്രശ്നം? ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് ഞങ്ങൾക്ക് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഖുർആൻ തന്നെ തരുന്നുണ്ട്, ഹദീസുകൾ തന്നെ തരുന്നുണ്ട്. ഇസ്ലാം വിമർശിക്കപ്പെടേണ്ടിയ ഒരു മതം തന്നെയാണ്. മുഹമ്മദിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കേണ്ടിയ ഒരു വ്യക്തി തന്നെയാണെന്ന് താങ്കളും അംഗീകരിക്കുന്നു. പിന്നെ എന്നാ പ്രശ്നം? പരിപാടി തീർന്നു, കേസ് ക്ലോസ്. ഞാൻ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞില്ലല്ലോ. നിങ്ങള് മുജാഹിദ് ബാലുശ്ശേരി MM അക്ബർ അതേ രീതിയിലേക്ക് നിങ്ങളും തരണ്ടായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. അതിനാണ് സത്യാപത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതിന് അങ്ങോട്ട് മറുപടി പറയാം. MM അക്ബർ വർഗീയവാദിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? MM അക്ബർ വർഗീയവാദിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഈ അച്ഛനെ വിളിക്കുന്നത് ഇങ്ങോട്ട് വിളിക്കലേ ഞാൻ നേരത്തെ പറഞ്ഞു. വർഗീയതാണെന്ന് പറയടോ. അല്ല സത്യം അങ്ങനല്ല. എന്റെ പഞ്ചാര കൂട്ട ഞങ്ങൾ ചെയ്യുന്ന വർഗീയതയാണെന്ന് പറഞ്ഞു തന്നെ. പഞ്ചാര അത് നന്നതാ. അച്ഛന്മാർക്കൊക്കെ നല്ല ഇതുള്ള പരിപാടിയാ. അല്ല, ഈ അബ്ദുൽ നാസറെ, ഇപ്പോഴും നിങ്ങളുടെ പേരിനകത്തൊരു അബ്ദുൾ ഉണ്ടല്ലോ. നിങ്ങൾ ആ അബ്ദുൾ എന്ന പേര് നിങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് എന്റെ വീട്ടുകാരുടെ പേരാണ് അത്. അങ്ങനെ തന്നെ കിടന്നോട്ടെ. പേര് മാറ്റാൻ പറ്റുമല്ലോ. എനിക്കത് മാറ്റണമെന്നില്ല, അതങ്ങനെ കിടന്നോട്ടെന്ന്. അപ്പം താങ്കൾ ആ പേരിനകത്തുള്ള അബ്ദുളിനെ അംഗീകരിക്കുന്നുണ്ടോ? അതിൽ അപകർഷതാബോധം ഉണ്ടല്ലോ അടിമ എന്ന് വിളിക്കുമ്പോ. അതുണ്ട്, അത് ശരിയാ. അപകർഷതാബോധം മനസ്സിലുണ്ടെന്നുള്ള സത്യം, അത് സത്യം തന്നെയാണ്. ഇല്ല, പേര് അപകർഷതാബോധം ഉണ്ട്. ഞങ്ങൾ പറയുന്ന വർഗീയത എന്താണെന്ന് പറയൂ പ്ലീസ് സഹോദര. എന്താണ്, ഏത് വിഷയത്തിനകത്താണ് ഞങ്ങൾ വർഗീയത പറയുന്നത്? മാമനച്ചാൻ എന്തോ പറയാൻ വരുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് ഇങ്ങോട്ട് മറുപടി ഇല്ലല്ലോ. പല പ്രാവശ്യം വർഗീയവാദിയാണ്, മുജാഹിദ് ബാലുശ്ശേരി വർഗീയവാദിയാണ്. അതിന് മറുപടി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഏത് ലെവലിൽ? ഞങ്ങൾ ആ ഏത് ലെവലിൽ പോയി? ഇല്ലാത്ത കാര്യം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അവര് പറഞ്ഞതെന്തോ ഇല്ലാത്ത കാര്യമായിരുന്നോ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ പറഞ്ഞത്? പിന്നല്ലാതെ പച്ച നോണ, കല്ല് വെക്കാത്ത നോണ പറഞ്ഞിട്ട് എന്തോ അത് എടുത്ത് വലിച്ചു കയറി ഞങ്ങൾ ഒട്ടിച്ച് കൈ കൊടുത്തിട്ടില്ലേ? മുഹമ്മദ് പ്രവാചകനാണ്, അള്ളാഹു ദൈവമാണ്, അള്ളാഹുൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് പച്ച കള്ളത്തരം പറഞ്ഞ് ബൈബിൾ ഇല്ലാത്ത കാര്യം അവന്മാര് പറഞ്ഞു പൊലിപ്പിക്കുമ്പോൾ അത് സത്യമാണോ? അപ്പൊ പിന്നെ യേശു ദൈവമാണെന്നുള്ള സത്യമാണോ? യേശു ദൈവമാണെന്നുള്ള സത്യമാണോ? അത് അതെ, ഉണ്ടല്ലോ. നീലക്കുറുക്കൻ അബ്ദുള്ളേ, നിന്റെ അകത്തിരിക്കുന്ന മുഹമ്മദിയൻ എപ്പോ ചാടും ഞങ്ങൾക്കറിയാം. ബൈബിളിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. നീ വായിച്ചിട്ടുണ്ടോ? അബ്ദുൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും? അത്യാവശ്യത്തിനൊക്കെ വായിച്ചിട്ടുണ്ട്. അത് നിനക്കറിയാത്തത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുത്ത് വായിച്ചേ. ബൈബിൾ വായിച്ചിട്ടുണ്ട്. അബ്ദുൾ ബ്രദർ ഇപ്പം പറഞ്ഞു ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, യേശു ദൈവമാണോ എന്ന് ബൈബിളിനകത്ത് പറയുന്നുണ്ടോ? ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചേ.
ബൈബിളില് കൃത്യമായിട്ട് യേശു ദൈവമാണ് എന്ന് ബൈബിളിനകത്ത് വളരെ പറയുന്നില്ല. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്കൾ എടുത്ത് വായിക്കൂ. നിങ്ങൾ എന്നെ കാണിച്ചു തന്നാൽ താങ്കൾ താങ്കൾ എന്ത് പറയും? കാണിച്ചു തന്നാൽ താങ്കൾ എന്ത് പറയും? യേശു ദൈവമാണെന്ന് കൃത്യമായി ബൈബിളിലൂടെ കാണിച്ചു തന്നാൽ താങ്കൾ എന്ത് പറയും? യേശു ദൈവമാണെന്ന് ബൈബിളിലൂടെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കൃത്യമായിട്ട് കാണിക്കുമെന്നേ അബ്ദുള്ളേ. ഞങ്ങൾ ഇവിടെ ചുമ്മാതെ ഇരിക്കുകയല്ല, മത്തി വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുകയല്ല, പഞ്ചറൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുകയല്ല, മനുഷ്യന്റെ അകത്ത് കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയല്ല. വളരെ കൃത്യമായി കാണിച്ചു തരും ബൈബിളിനകത്തൂടെ യേശു ദൈവമാണെന്ന് കൃത്യമായി ബൈബിള് പറയുന്നുണ്ട്. അബ്ദുള്ളേ, മദ്യപിക്കാത്ത അച്ചായന്മാരൊക്കെ ഉണ്ടോ ലോകത്ത്? അബ്ദുള്ളേ, കളം മാറ്റല്ലേ, നീ ചാടല്ലേ, ഇങ്ങോട്ട് ചാടല്ലേ. യേശു ദൈവമാണോ എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ആടിമ സഹോദര, ബൈബിളിനകത്ത് യേശു ദൈവമാണെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താ സംശയമുണ്ടോ? ഒരു കൃത്യതയിലും പറയുന്നില്ല. ബൈബിൾ എടുക്ക്. നാസിം ബ്രദറെ പ്ലീസ്, ഇവൻ പറയട്ടെ നമ്മൾ പറഞ്ഞ വർഗീയത എന്താണെന്ന്. അത് കഴിഞ്ഞു പോയാൽ മതി പ്ലീസ്. ഇവനൊന്നും ഇപ്പൊ വേദം ഓതി കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, ഇപ്പൊ നസ്രീം പോകുന്നത് റൈറ്റ് സത്യ ബ്രദറെ, അത് തന്നെ പോട്ടെ. അല്ല, അവൻ യേശു ദൈവം, അവൻ പറയുന്നത് യേശു ദൈവമല്ല. നമ്മൾ പറയുന്ന വർഗീയത ഒന്നും അവന് പറയാൻ അറിയത്തില്ല. എന്താണ് വർഗീയത നമ്മൾ പറഞ്ഞത്? മുജാഹിദ് ബാലുശ്ശേരിയോ 1000 പേരുടെ, മുഹമ്മദ് 1000 പേരുടെ കഴുത്തറുത്താലും അത് കാരുണ്യമാണ് എന്ന് പറയുന്ന വൃത്തികേട് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ നമ്മളോടുകൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ വർഗീയത എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഉത്തരവില്ല. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അവൻ പറഞ്ഞു യേശു ദൈവമാണെന്ന് ബൈബിളിനകത്ത് കൃത്യമായി പറയുന്നുണ്ടോ? ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. വളരെ കൃത്യമായി ബൈബിൾ പറയുന്നുണ്ട് എന്ന് കാണിച്ചു തന്നാൽ നീ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ചോദ്യം. പോയി ഏക്കും പൂക്കും അറിയാത്ത നിരീശ്വരവാദിയായി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്റെ പ്രിയ അബ്ദുള്ള? അല്ല, ഇവൻ കൃഷിക്കാരൻ ഉറങ്ങിക്കിടക്കും, ഈ കള വിതയ്ക്കാൻ വന്ന ആളാണ് എല്ലാവരും കൂടെ പറഞ്ഞു. ഒരു മിനിറ്റ് ബോബി പ്രാസ്തി നിൽക്കുന്ന. നോ, ഞാനാണ് ഇതിന് അന്ന് ഐ വാസ് അക്യൂസ്ഡ്. ഇവൻ വളരെ ജെന്യുവിൻ ആണ്. ഇവൻ അല്ല, ഒരു മിനിറ്റ് പാസ്റ്റർ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ഇവൻ വളരെ ജെന്യുവിൻ ആണ്. സത്യ ബ്രദർ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ വളരെ ജെന്യുവിൻ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ അച്ചൻകുഞ്ഞ് ബ്രദറിനോട് പറഞ്ഞു നോ. ഇന്ന് ഇവന്റെ സ്വഭാവം മനസ്സിലായില്ല. ഐ അപ്പോളജൈസ്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു, തുറന്ന് അപ്പോളജൈസ് ചെയ്യും. സത്യ ബ്രദർ, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ അടുക്കൽ ഇതിനു മുമ്പ് വന്ന സമയത്തൊക്കെ he was very good. അവൻ ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു. ചോദ്യത്തിലാണ് ഞാൻ പിടിച്ചതിനെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ യേശു പറഞ്ഞിട്ടുണ്ടോ? അന്ന് ചോദിച്ച ചോദ്യം ഓർക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ. അന്ന് ചോദിച്ച ചോദ്യം ഓർക്കുന്നുണ്ടോ? ഇടയ്ക്ക് തിരികെ കയറ്റി ഒരു ചോദ്യം വെച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മള് ഈ കൈയിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? ആ വിഷയമാണ്, പക്ഷെ അതിന്റെ സട്ടിൽ നേച്ചർ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കള്ളൻ. എന്റെ പൊന്നെ, അതിൽ ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സത്യാവ്രതർ ഇസ്ലാമിന്റെ ബി ടീം. കാരണം ഒരു മുസ്ലിം അവൻ മതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? അവന് വന്ന് കയറാൻ പറ്റുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അങ്ങോട്ട് ആൾക്കാർ പോകുമെന്ന് അവരുടെ ഉറപ്പ് കണ്ടപ്പോഴാണ് അവരെന്ത് ചെയ്തത്? എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ടീം ഇവിടെ ഉണ്ടായത്. കാരണം അത് ഖുറാൻ ഹദീസിൽ ഒരു ആയത്ത് വ്യക്തമായിട്ട് കിടക്കുകയല്ലേ. കാരണം അള്ളാഹുവിനെ തെറി പറഞ്ഞാലും മോശം പറഞ്ഞാലും മുഹമ്മദിനെ തെറി പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം ഹദീസ് എന്ന് പറയുന്നത് ആകെ ഒരു ഹദീസ് മാത്രമേ അങ്ങനെ ഒരു ഹദീസുള്ളൂ. ബുഖാരിക്ക്, അത് സ്വഹീഹുൽ ബുഖാരിക്കകത്ത് കിടക്കുന്നതിന്റെ അകത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നോട് മലക്ക് സുവിശേഷം അറിയിച്ചു എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഹദീസ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം അബൂ ഹുറൈറ പറഞ്ഞു, മറ്റവര് പറഞ്ഞു, മറിച്ചവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നുള്ളത്. എന്നാൽ ഇവിടെ മുഹമ്മദ് പറയുന്നത് റസൂല് പറഞ്ഞു, ജിബ്രീൽ എന്നോട് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് തുടങ്ങുന്നത് തന്നെ. ആ ഹദീസിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഹദീസ് പറഞ്ഞിരിക്കുന്നത് അപ്പനെ വ്യഭിചരിച്ചാലും കൊലപാതകം ചെയ്താലും മോഷ്ടിച്ചാലും കുഴപ്പമില്ല, അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരുന്നാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ പങ്കു ചേർക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? മുഹമ്മദിനെ തെറി പറയാം, അള്ളാഹുവിനെ തെറി പറയാം, ആരെ വേണേലും തെറി പറയാം. ഇവൻ മരിച്ച് മുൻകീറിനെ നക്കീറിനെ അടിമേടിച്ച് സിറാത്ത് പാലത്തെ കൂടെ ചെന്ന് ന്യായവിധിക്ക് ചെന്ന് നിൽക്കുമ്പം അവിടെ പറയാണ്, നീ സ്വർഗത്തിലേക്ക് തന്നെ പൊക്കോ എന്നേ അള്ളാഹുവിന് പറയാൻ പറ്റൂ. കാരണം എന്താ? അവിടെ വെച്ച് പറയാണ്, നീ ജുമായ്ക്ക് പോയില്ല, അല്ലെ കുത്തുബയ്ക്ക് ഇരുന്നില്ല, അല്ലെങ്കിൽ നീ മുഹമ്മദിനെ തെറി പറഞ്ഞു, എന്നെ തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവര് തിരിച്ചാ. ഇപ്പൊ ഏറ്റവും പുള്ളിക്ക് ഓർമ്മക്കുറവുണ്ട്. ഈ അള്ളാഹുവിന് ഓർമ്മക്കുറവുള്ള വ്യക്തിയാണല്ലോ.
അപ്പൊ ഇവരങ്ങോട്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അല്ലയോ ഓർമ്മക്കുറവുള്ള അള്ളാഹുവേ, ഞങ്ങളോട് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചരിച്ചാലും മോട്ടിച്ചാലും കൊലപാതകം ചെയ്താലും കുഴപ്പമില്ല അള്ളാഹുവിനോട്. അനക്കൊരു ആൺകുട്ടിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാതിരുന്നാ മതി എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അപ്പോഴാ പുള്ളിക്ക് ഓർമ്മ വരുന്നത്, ആ ശരിയാണല്ലോ, എന്നാ നീയും പൊക്കോ പരലോകത്തേക്ക്. ഇതാണ് ഈ എക്സ് മുസ്ലിം എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ടീമുകളെ മുഴുവൻ ശ്രദ്ധിച്ചോ. ഇസ്ലാമിന്റെ ഒരു ബി ടീമാണ്. അവര് പറയുന്നത് ഇസ്ലാം നവീകരിക്കണമെന്നാ. നവീകരണം എന്തുവാ? അടിത്തറ അത് തന്നെയാണ്. കൊലപാതകത്തിന്റെ ആയത്തുകളും എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വരാമെന്നാ പറയുന്നത്. അടിത്തറ ഏതാ? പഴയത് തന്നെയാ. അപ്പൊ ഇതൊരു ബി ടീമാണ്. ഇവരുടെ ഉള്ളിൽ എത്ര പോയെന്ന് പറഞ്ഞാൽ, എത്ര മുഹമ്മദിനെ തെറി പറയുന്ന, അല്ലെങ്കിൽ എത്ര മുഹമ്മദിനെ എടുത്തിട്ട് അലക്കി എന്ന് പറയുന്ന ആൾക്കാരും ഇസ്ലാമിന്റെ ആശയങ്ങളെ പൊളിച്ചെന്ന് പറയുന്ന ആൾക്കാർ ഏത് ബി ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം പൊങ്ങി വരും. അതിനെ ഇങ്ങനെ ഒന്ന് തുറന്നു ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ പഴയ ഭക്തി പുറത്തേക്ക് ചാടും. അത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വന്നിട്ട് പറയാൻ കണ്ടോ അയാൾ മുർത്തതായി, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നേടണം. ചുമ്മാതാണ്. മുർത്തതായിട്ട് അവര് നിൽക്കുന്നതാണ്. അവര് നിന്നിട്ട് ഇസ്ലാമിലേക്ക് തന്നെ അവര് ഒരു നാൾ മടങ്ങിപ്പോകും. അല്ല, ഒറ്റ സെക്കൻഡ്. ഈ മുർത്തത എന്നുള്ള വ്യാജേന വന്നിട്ട് ബൈബിളിന് ജെനുവിൻ ചോദ്യങ്ങളാണ്. എന്ത് ജെനുവിൻ? അതിലാണ് ഇവർ ഒളിച്ചു കടത്തുമായിരുന്നു. ലോഡഡ് അത് ഇവര് മുർത്തത എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തിട്ട് നമ്മുടെ റൂമിൽ ഇരുത്തി ക്ലാസ് എടുപ്പിക്കുക. എന്നാ നാണം കെട്ടടപാടാ, എന്നാ വൃത്തികെട്ട ഇടപാടാ. കാരണം നമുക്കറിയാൻ വയ്യാത്ത എന്ത് സാധനം ഇനി ഇവരുടെ ഉള്ളത്. ഈ മുർത്തതായിട്ട് ഉള്ളവന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവന് മറുപടി തരാൻ പറ്റത്തില്ല. ഇവൻ ഖുറാൻ പോലും വായിച്ചു കാണത്തില്ല. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു കേട്ടുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്. നമ്മളതല്ലല്ലോ വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒരു എക്സ് മുസ്ലിമിന്റെയോ ഒരു നിരീശ്വരവാദിയുടെയോ ആവശ്യം നമുക്കില്ല. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കുറെ ആൾക്കാർ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ഓരോരുത്തരെ ക്ലാസ് എടുപ്പിക്കാൻ വേണ്ടി. അവസാനം അവര് പറഞ്ഞ് ഇസ്ലാം തെറ്റാണെന്ന് പറയുന്ന പോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും തെറ്റാകണമെന്ന്. പിന്നെ ആ സൂം മീറ്റ് ഞാൻ കയറി പറഞ്ഞു, ഒരു കാര്യം ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ തെറ്റ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലാണ്. അതിന്റെ അകത്തൊന്നും ഒരു കാര്യമില്ല. അബ്ദുൾ വന്നിട്ടുണ്ടല്ലോ. അബ്ദുളിനോട് ചോദിച്ച ചോദ്യം വർഗീയത പറയുവാണ്. ഇവിടെ വർഗീയത പറയും. എന്താണ് വർഗീയത? എനിക്ക് ഒരു മിനിറ്റ്, എന്താണ് അബ്ദുള്ള വർഗീയത ഒന്ന് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. അബ്ദുള്ള, എന്താണ് വർഗീയത? ഒന്ന് പറയൂ. അബ്ദുൾ മൈക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ കേൾക്കാത്തയാണോ അതോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു വസ്തു എന്താണ് അബ്ദുൾ? കാണില്ല, ഇനി പലതും കാണില്ല. എന്താണ് അബ്ദുൾ വർഗീയത? എന്താണ് അതൊന്ന് പറഞ്ഞേ. അതിന് ഉത്തരവില്ല. എന്താണ് വർഗീയത? ഞങ്ങൾ അത് വേണ്ട നസ്രേന, അത് വേണ്ട. എന്താണ് വർഗീയത? അതെന്താണ് നമ്മൾ അറിയട്ടെ. അജീശ്വരതരെ അല്ലെന്നുണ്ടെ അവനവിടെ ഇരുന്നോട്ടെ, ഒരു ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്യുന്നുണ്ട്. ബാലുശ്ശേരി എന്തോ അവരെന്ത് വേണേലും പറഞ്ഞിടൂ. നമ്മുടെ ചോദ്യം എന്താണ് വർഗീയത? അതിനൊരു മറുപടി തരൂ. കേൾക്കാമോ? കേൾക്കാം. എന്നാ പറഞ്ഞോട്ടെ. പറ. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിക്ക് സത്യം പുള്ളി പറയണ. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു മതസൗഹാർദ്ദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തില് ഒരു വിഭാഗത്തെ അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് നിങ്ങൾ വിമർശിക്കുന്നത് മറ്റു മതവിഭാഗങ്ങൾക്ക് പോലും ഈ ഒരു മതത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുകയും പിന്നീട് ഒരു മനോഭാവത്തോടെ പെരുമാറുകയും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അത്തരമൊരു കാര്യം സംഭവിക്കുന്നതിനെയാണ് ഞാൻ വർഗീയത എന്ന് പറഞ്ഞു. ഇപ്പം മറ്റു മതവിഭാഗങ്ങളുടെ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അതാണ് അബ്ദുൾ പറയുന്നത്. അങ്ങനല്ല, ഇച്ചിരൂടെ വ്യത്യസ്തമായിട്ടാ പറഞ്ഞേ. അബ്ദുൾ ഒന്നുകൂടെ പറഞ്ഞേ.
ഒന്നുകൂടെ പറയാം, കാരണം ഇടയ്ക്ക് താങ്കളുടെ ഇത് എന്താ ഈ റേഞ്ചിന്റെ പ്രശ്നം കേരളം പോലത്തെ മതസൗഹാർദ്ദമുള്ള ഒരു സംസ്ഥാനം അത് ആദ്യമേ ബ്ലണ്ടറാണ്. ഫസ്റ്റ് ബ്ലണ്ടർ. ഒന്ന് പറയട്ടെ എന്റെ നസ്രന്, പുള്ളി ഒന്ന് പറയട്ടെ അതെങ്ങനെയാണ് അബ്ദുള്ള ഒന്നുകൂടെ പറയേ. കേരളം പോലുള്ള ഏത് വകുപ്പാണ് ഈ കേരള സൗഹാർദ്ദമല്ല ഒന്നും കേൾക്കുന്നില്ല പാട്ടാണ്. കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. കേൾക്കണുള്ളൂ. അബ്ദുള്ള കേൾക്കണുള്ളൂ. എനിക്ക് കേൾക്കാത്തതാണോ അതോ ഇദ്ദേഹം എല്ലാം പറയുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് നെറ്റ് ഉണ്ടാവില്ല, പിന്നെ നോക്കിക്കോ. അബ്ദുള്ള ഒന്നും കേൾക്കുന്നില്ല. അബ്ദുള്ള പാട്ടാണ് ദേ മലക്ക് മലക്ക് ഇക്ര. അബ്ദുള്ള കേൾക്കുന്നില്ല, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. കേരളം എന്തോ മതസൗഹാർദ്ദത്തിൽ കയ്യും കാലും വെട്ടിക്കളയുന്ന കേരളത്തിൽ മതസൗഹാർദ്ദം അല്ലേ? അബ്ദുള്ള ഒന്നും കേൾക്കുന്നില്ലെന്നീ. അബ്ദുള്ള ഇനിയും പറയൂ. അബ്ദുള്ള ഇനിയും പറയൂ. ഇവിടെ ഒരു കാര്യം ചോദിക്കാം, 150 പേരുടെ അവിടെ കിടക്കട്ടെ, ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുക. അബ്ദുള്ള ഒന്ന് പുറത്ത് പോയിട്ട് കേറ, ഒന്നും കേൾക്കുന്നില്ല. പുറത്തു പോകുന്നതിന്റെ അല്ല, പുള്ളിയുടെ നെറ്റ്വർക്ക് ഇല്ലെന്നേ. പുള്ളിക്ക് നെറ്റ്വർക്ക് ഇല്ല, പുള്ളിക്ക് കണക്ഷൻ പോയി. നമുക്കറിയാം. വൃത്തികെട്ട ഇസ്ലാമിക ഗ്രന്ഥം എടുത്തു വെച്ചുകൊണ്ട് വായിക്കുകയും പഠിക്കുകയും ഓതുകയും ചെയ്യുന്ന കേരളം പോലത്തെ സംസ്ഥാനത്ത് എന്തോ മതസൗഹാർദ്ദം വേണം. പുസ്തകം വായിച്ചിട്ട് യഹൂദനെയും ക്രിസ്ത്യാനിയും ഉറ്റമിത്രങ്ങളാക്കരുതെന്ന് പറയുന്ന ഭയങ്കര മതസൗഹാർദ്ദമുള്ള കേരളം പോലത്തെ, അള്ളാഹുവിന്റെ കോപത്തിനിരയായ യഹൂദനെയും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ സൗഹാർദ്ദമാണല്ലോ. പക്ഷെ ഇത് എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ആ മനുഷ്യൻ പുള്ളി വല്ലതും സംസാരിക്കുന്നുണ്ട് ഈശ്വരനെ. പുള്ളി ഇപ്പൊ മൈക്ക് പുള്ളിയുടെ ഓടുന്നില്ലല്ലോ, നെറ്റ്വർക്ക് ഇല്ലല്ലോ പുള്ളിക്ക്. പുള്ളി പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് പറയാതെ നമ്മൾ പുള്ളിയെ കൊണ്ട് അത് പറയിപ്പിക്കാനിരിക്കുന്നു. പുള്ളിക്ക് മേളിൽ കയറി അബ്ദുള്ള. പുള്ളി മോളിൽ കയറി വരും, നമുക്ക് പുള്ളിയെ കൊണ്ട് അത് പറയിപ്പിക്കാം. പുള്ളി അത് പറയൂലെന്ന് അറിയണ്ടേ? വർഗീയത, നിങ്ങൾ വർഗീയത പറയാൻ പാടില്ല, ഒരിക്കലും വർഗീയത പറയാൻ പാടില്ല. വർഗീയത മോശമാണ്. നമ്മളാണ് വർഗീയവാദികള്. സത്യം പറയുന്നത് നിങ്ങളൊന്നും ഇല്ലായിരുന്നോ നാസിം ബ്രദർ? അവനെ എഴുതി വിട്ടിട്ട് പോകാതിരിക്കുമ്പോഴാണ് ഞാൻ അവനെ കോൾ ഔട്ട് ചെയ്തത്. അതാണ് അവന് വല്ലാതെ സഹിക്കാതെ പോയി. റബ്ബർ വെട്ടിന്റെ കാര്യം ഓർക്കാൻ കാരണം ഇവന്റെ ഐഡിയും ഇവൻ എപ്പോഴും പറയുന്നത്, ഞാൻ കളിയാക്കി പറയുന്നല്ലോ, ഞാൻ റബ്ബർ വെട്ടാണ് വീട്ടിൽ. പുള്ളി വന്നിട്ടുണ്ട്. പുള്ളിനെ അബ്ദുള്ള നെറ്റ്വർക്ക് ശരിയായോ? അബ്ദുള്ളിന്റെ ഒരു ഐഡിയ ഇല്ല, ഇതിങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. പിന്നെ ഈ സത്യാപ്രദർ എന്തൊക്കെയാ പറഞ്ഞല്ലോ ഇപ്പൊ, ഞാൻ റബ്ബർ നിങ്ങൾ ഇത് പറയൂ. അജീഷ് ബ്രദർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അജീഷ് ബ്രദറിന് എന്താ ചോദിച്ചേ? അജീഷ് ബ്രദർ എന്താണ് വർഗീയത? താങ്കൾ പറഞ്ഞു വർഗീയത. എന്താണ് വർഗീയത? അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. അബ്ദുള്ള, വർഗീയത എന്താണെന്നൊന്ന് അറിയാനോ? വർഗീയത ബാക്ക്ഗ്രൗണ്ടിലെല്ലാം കേൾക്കാം, പക്ഷെ അദ്ദേഹം പറയുന്നൊന്നും കേൾക്കുന്നില്ല. അതെ, അപ്പൊ നെറ്റ് ഭയങ്കര പൂറായിരിക്കും അല്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് നിങ്ങളെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്നേ. സമ്മതിച്ചു. ഒരാളെ അല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല. ആ വർഗീയത എന്താണെന്നൊന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ എടാ പോടാന്നൊക്കെ വിളിക്കുമ്പോ തിരിച്ച് അങ്ങോട്ട് എത്രയോ മുസ്ലിങ്ങൾ വന്ന് വിളിച്ചിട്ട് പോകുന്നില്ലേ? ഞാൻ ഇന്നേ വരെ അങ്ങനെ വിളിച്ചിട്ടില്ല. അതെന്റെ സംസ്കാരം. ആരെയും വിളിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. ആ വർഗീയത എന്താണെന്നൊന്ന് പറഞ്ഞു. അപ്പൊ അതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച പോലെ എനിക്ക് നിങ്ങളെത്ര ഇനി പറയാം. വർഗീയത എന്ന് പറഞ്ഞാല്
ഇവിടെ ഇപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം അതേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി പറയാൻ നിങ്ങൾ സമ്മതിക്കൂല. അതാണ് പ്രശ്നം. ഈ മണിപ്പൂരിലൊക്കെ ഇതുപോലുള്ള ക്ലബ് ഹൗസുകളായിരുന്നു തുടക്കം. എന്നിട്ട് അവിടെ ഉണ്ടായി വർഗീയത, മനസ്സിലായോ? അതുപോലെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്, മുമ്പ് MM അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതിന് മറുപടി എന്നോണം അതുപോലെ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടും ചെയ്യുന്നു. അത് വർഗീയതയാണെങ്കിൽ ഇതും വർഗീയതയാണ് എന്നേ ഞാൻ പറഞ്ഞോളൂ. അവരെന്താ ചെയ്തത് നിങ്ങൾ തന്നെ മുമ്പ് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജാക്കിർ നായിക്കൊക്കെ പൊഴുത്ത് ചട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാ നിങ്ങൾ. അവരെന്താ ചെയ്തത്? അവര് ചെയ്തത് ക്രിസ്തു മതത്തിനെ കുറിച്ച് ബൈബിൾ എടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്ന് വായിച്ചിട്ട്, അതായത് നമുക്ക് പറ്റാത്ത ഭക്ഷണം, നമുക്ക് പറ്റാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് മറ്റ് സമുദായത്തിന് കൊടുത്തോളൂ, ഇങ്ങനെയൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞ ഒരു വർഗീയത പറയുന്നു. അത് അതിനുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതല്ല. ഇന്നിപ്പോ ഇവിടെ കേരളത്തിൽ ഈ മുസ്ലിങ്ങള് ഹിന്ദുക്കളെ കണ്ടാലോ ക്രിസ്ത്യന്മാരെ കണ്ടാലോ കൊല്ലാൻ നടക്കുകയല്ല. വളരെ സൗഹാർദ്ദപരം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കൈവെട്ട് കേസുണ്ട്. അതിപ്പോ ഒരുപാട് മദ്രസ പീഡനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളികളില് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളിലും പീഡനം നടക്കുന്നുണ്ട്. അത് വേറെ വശം. അതിന് മതത്തിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അതിനുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച അപ്പൊ ആ മുജാഹിദ് ബാലുശ്ശേരിയും ഇവരും ഒക്കെ അന്നത്തെ കാലത്ത് വർഗീയത പറഞ്ഞു എന്നുള്ള അബ്ദുളിന് ഉറപ്പാണ്, ശരിയല്ലേ? ഒരു സംശയവുമില്ല. ഞാൻ അന്നും ഇന്നും അത് തന്നെ പറയാം. MM അക്ബറിനെ ന്യായീകരിക്കാനല്ല ഞാൻ MM അക്ബറിന്റെ കാര്യം പറഞ്ഞത്. അയാൾ പറഞ്ഞതിന് മറുപടിയാണ് നിങ്ങൾ എന്ന് പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ അബ്ദുള്ള എവിടാണ്? ഇസ്ലാമിൽ തന്നെയാണോ ഇസ്ലാമിന് പുറത്താണോ? ഇത് നേരത്തെ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. ഇതിങ്ങനെ മിനിറ്റിന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ഞാന് ആദ്യം പറഞ്ഞത് തന്നെ ഒന്നുകൂടെ പറഞ്ഞു. നിങ്ങൾ എങ്ങനെ വിമർശിച്ചാലും എനിക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞത് തന്നെ. ഞാൻ ഇപ്പോഴും ചില പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ, വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാം നമ്പർ മുർത്തദ്ദാണ്. ഒരു സംശയവുമില്ല. ഒരു സംശയക്കാരില്ല. ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമായി? തീർച്ചയായിട്ടും. ഓക്കെ. ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസങ്ങളും തെറ്റാണെന്ന് ബോധ്യമായി? അതും ഏറെക്കുറെ. ഓക്കെ. അപ്പൊ താങ്കളും വർഗീയത പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്? കാരണം ഈ രണ്ടുപേരുടെയും വിശ്വാസം മോശമാണെന്ന് പറയുന്നത് താങ്കളും ഒരു വർഗീയവാദി. ഞാൻ ഒരിക്കലും ഒരാളോടും അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചതിന് മാത്രം മറുപടി അല്ല. ഞാൻ എവിടെയെങ്കിലും നാളെ പോയിട്ട് ആടെ ക്രിസ്ത്യൻ മോശമാണ് ഇത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളെ പോലെ താങ്കള് മുസ്ലിം വിശ്വാസികളെ മോശമാക്കി അവരുടെ ഇത് മോശമാണെന്ന് താങ്കൾ പറഞ്ഞപ്പോ താങ്കളും വർഗീയതയല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചതിന് അത് അങ്ങനെ പേഴ്സണൽ ആയിട്ട് ആര് ചോദിച്ചാലും ഞാൻ പറയും എന്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറയും. അല്ലാതെ താങ്കൾ വന്നിട്ട് താങ്കൾ ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് വെച്ചാൽ ഇസ്ലാം മതം വിട്ട ഒരു മനുഷ്യനാണ്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പള്ളിയിലും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ താങ്കൾ പറയുന്നു മുജാഹിദ് ബാലുശ്ശേരി MM അക്ബറും ഒക്കെ അവർ മുസ്ലിങ്ങളാണെന്ന് ഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. ആ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞാൽ താങ്കളും വർഗീയവാദിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് പബ്ലിക് മൈക്ക് കെട്ടിയിട്ടല്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് യൂട്യൂബിൽ വഴി ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പബ്ലിക്കിൽ നിന്നാണ് പറയാം. അപ്പൊ താങ്കൾ വർഗീയതയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എങ്ങനെ വർഗീയത? നിങ്ങൾ ചോദിച്ചത് മാത്രം ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. അതെ, അത് തന്നെയാ ശരി. എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞത് വർഗീയതയാണ്. കാരണം ഇസ്ലാം തെറ്റാണെന്ന് പറയുന്നത് തന്നെ വർഗീയതയല്ല. കാരണം മതേതര കേരളമല്ലേ ഇത്? മതേതര രാജ്യമല്ലേ ഇത്? ഈ മതേതര രാജ്യമായി ഈ മതേതരത്തിന്റെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതെന്ന് താങ്കൾ തന്നെയല്ലേ പറഞ്ഞു. ആ കേരളത്തിൽ നിന്നുകൊണ്ട് താങ്കൾ പറയുന്നു ഇസ്ലാം വിശ്വാസം തെറ്റാണെന്ന് പറയുമ്പോ അത് വർഗീയതയല്ലേ? അതൊരിക്കലും വർഗീയതയല്ല. അല്ല, താങ്കൾ വർഗീയതയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ മുർത്തദാണെന്ന് പറഞ്ഞു. ആചാരങ്ങൾ തെറ്റാണ്, താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി താങ്കൾ എന്നോട് പറഞ്ഞത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. അതവിടെ നിക്കട്ടെ, നമുക്ക് ഓഡിയൻസാ. മുർത്തദാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതിന് പോകുന്നു. അന്നേരം താങ്കൾ മുർത്തദായിട്ട് ഇതിന് പോകുമ്പോൾ ഇസ്ലാമിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും താങ്കൾ ഇഷ്ടമല്ലാതെ താങ്കൾ മസ്ജിദിൽ പോകുന്നു, നിസ്കരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. താങ്കളാണിപ്പോ ഉള്ളത് ഞങ്ങളെക്കാൾ ഒന്നുമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവവിശ്വാസിയാണ്. അങ്ങനെയോ അല്ല അജീഷ് ബ്രദർ, ഒരു കാര്യം കൂടെ അജീഷ് ബ്രദർ എടുത്തു ചോദിച്ചല്ലോ, ഇസ്ലാമിക വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണെന്ന് ചോദിച്ചു, അതേന്നും പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? തെറ്റല്ലേ താങ്കൾ? ഓക്കെ, അതാണ് ആ പോയിന്റ്. അതെ, അതിനിപ്പോ താങ്കളാണിപ്പോ ഉള്ളത്. ഇപ്പൊ ഒന്നുമില്ല, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞങ്ങളെല്ലാം ദൈവവിശ്വാസിയാണ്. MM അക്ബറും കൂട്ടരും ദൈവവിശ്വാസിയാണ്. ഞങ്ങളുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ താങ്കളല്ലേ ഇപ്പം ഇന്ത്യൻ നിയമത്തെ വരെ മാറ്റി കളഞ്ഞുകൊണ്ട് താങ്കളല്ലേ ഇപ്പൊ ഒരു വർഗീയവാദി? ഇന്ത്യൻ നിയമത്തെ ആര് മാറ്റി?
ഏതൊരു മനുഷ്യനും അവനവന്റെ വിശ്വാസങ്ങളിലൂടെ പോകാന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ യുക്തിവാദികളായിട്ടുള്ളവർ പറയുന്നത് അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ യുക്തിവാദികൾ എല്ലാവരും തീവ്രവാദികളാണോ? തീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല. വർഗീയവാദികളാണോ യുക്തിവാദികളെല്ലാം? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ പറയണ്ടേ? അപ്പൊ ഞാൻ എന്നെ എങ്ങനെ വർഗീയവാദി എന്ന് പറയും നിങ്ങള്? താങ്കളല്ലേ പറഞ്ഞ മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തെറ്റായതുകൊണ്ട് താങ്കൾ ഒരു മൂർഖത എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് സകല യുക്തിവാദികളും വർഗീയവാദികളാണ്. നിങ്ങൾ പറഞ്ഞ സിസ്റ്റം അത് ലോജിക്കൽ ആവില്ല സാറേ. വെറുതെ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ലോജിക്കാണ്, ഞാൻ പറഞ്ഞ ലോജിക്കല്ല. താങ്കൾ പറഞ്ഞ താങ്കൾ മുസ്ലിമാണ്, ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പോകുന്നു. താങ്കൾ ഒരു മുർത്തതാണെന്ന് പറഞ്ഞു. ആ മുർത്തതായ താങ്കൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം തെറ്റാണെന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ താങ്കൾ വർഗീയവാദിയല്ലേ? ഒരിക്കലും അല്ല. തെറ്റാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നവർ വർഗീയവാദിയാവില്ല. ബോധ്യമായില്ലേ? എങ്ങനെ ഖുറാൻ തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമായതുകൊണ്ടല്ലേ ബൈബിളും തെറ്റാ? അത് തന്നെയല്ലേ ഏറ്റവും വലിയ വർഗീയവാദം. രണ്ട് വിഭാഗങ്ങൾ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ താങ്കളല്ലേ ഇപ്പൊ ഞങ്ങളെക്കാളും വലിയ വർഗീയത താങ്കളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല അതൊന്നും അല്ല. അതൊക്കെ എന്ന് പറഞ്ഞാല് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണ പുസ്തകങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ താങ്കളല്ലേ ഇപ്പൊ ഏറ്റവും വലിയ വർഗീയത. ബൈബിൾ എടുത്ത് വായിച്ച് ഇത് അങ്ങനെയാണ്, ഇത് വർഗീയതാണ്, ഇങ്ങനെ പറയുന്നതാണ് വർഗീയത. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അത് ബൈബിൾ എടുത്ത് വായിച്ചിട്ട് പറയുന്നു അത് വർഗീയത, ഇത് വർഗീയത, അതാണ് വർഗീയത എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ദൈവികമല്ല, ഇത് രണ്ടും തെറ്റാണെന്ന് പറയുന്നത് വർഗീയതയല്ലേ അബ്ദുള്ള? താങ്കളല്ലേ ഇപ്പൊ ഏറ്റവും വലിയ വർഗീയവാദി, ഞങ്ങളെക്കാൾ വലിയ വർഗീയവാദി. എങ്ങനെയാണ് ഈ ബൈബിൾ എങ്ങനെ ദൈവിക ഗ്രന്ഥമാകുന്നത്? ദൈവം എഴുതിയതാണോ? ദൈവം ഉണ്ടാക്കിയതാണോ ബൈബിളിലെ? അപ്പൊ ദൈവം ഉണ്ടാക്കിയതിൽ മാത്രമേ താങ്കൾ വിശ്വസിക്കത്തുള്ളൂ, ശരിയല്ലേ? ദൈവം ഉണ്ടാക്കിയത് എന്താ ഇവിടെ ഉള്ളത്? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവം ഉണ്ടാക്കിയതൊന്നുമില്ല. അപ്പൊ ദൈവവിശ്വാസികൾക്കെതിരായിട്ട് ദൈവവിശ്വാസികൾ ഇവിടെ അനേകരുണ്ടല്ലോ. ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട്, മുസ്ലിങ്ങളായിട്ടുണ്ട്, ക്രിസ്ത്യാനികളായിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പേർ. അവരുടെ വിശ്വാസങ്ങളെ മുഴുവനും താങ്കൾ ഇപ്പൊ വർഗീയതയല്ല പറയുന്നത് അവർക്കെതിരെ. യുക്തിവാദികളും ഉണ്ട് ഇവിടെ. യുക്തിവാദിയല്ല, നിരീശ്വരവാദികൾ. യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരില്ല, നിരീശ്വരവാദികൾ. അപ്പൊ യുക്തിവാദികൾ തന്നെ ഉണ്ട്. അങ്ങനെ യുക്തിവാദികൾ ഇല്ലാന്ന് പറയുന്നത്. നിരീശ്വരവാദികൾ വേറെ, യുക്തിവാദികൾ വേറെ സുഹൃത്തെ. എന്താണ് യുക്തിവാദി? യുക്തിവാദം ഒന്നല്ല സുഹൃത്തെ. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയും യുക്തിവാദികൾ ഇല്ല എന്നുള്ളത്. യുക്തിവാദികളുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. യുക്തിവാദി എന്ന് വെച്ചാൽ എന്തുവാ? എന്താ നിങ്ങൾ തന്നെ പറ. രണ്ടും നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞല്ലോ. നിങ്ങളല്ലേ ഞാൻ യുക്തിവാദികളല്ല നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇത് രണ്ടാണെന്ന് പറയാം. അപ്പൊ താങ്കൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയാമല്ലോ. ഞാൻ പറയാം, അള്ളാഹു യുക്തിമാനാണ് എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് സംസാരിക്കുന്ന ആളാണ് അള്ളാഹു. താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹു ഇന്നവരെ സംസാരിച്ചായിട്ട് ഒരു ദൈവത്തിന്റെ കയ്യിലില്ല. പിന്നെ എന്താ പറയാ? അപ്പൊ അവര് ഇസ്ലാമിന്റെ ദൈവത്തെ കണ്ടോ വർഗീയത പറയുന്നു ഇസ്ലാമിന്റെ ദൈവത്തിനെതിരായിട്ട്? അള്ളാഹു ഇതുവരെ സംസാരിച്ചായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടില്ല. അല്ല കണ്ടോ, അള്ളാഹു സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. മൂസയോട് സംസാരിച്ചു എന്ന് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അന്നേരം അള്ളാഹുവിനെതിരായിട്ട് ഇദ്ദേഹം ഇവിടെ വർഗീയത പറയുന്നു, ഖുറാനെതിരായിട്ട് വർഗീയത പറയുന്നു, മുഹമ്മദിനെതിരായിട്ട് വർഗീയത പറയുന്നു, ഇസ്ലാമിനെതിരായിട്ടാണ് ഇദ്ദേഹം ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുറാൻ ആരിറക്കിയതാ? ഖുറാൻ ആരിറക്കിയാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് താങ്കൾ ഇപ്പൊ ആ വിശ്വാസത്തിനെതിരായിട്ടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വർഗീയതയല്ലേ പറയുന്നത്? അതൊക്കെ വർഗീയത. ഞാൻ വിശ്വാസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന വർഗീയതയല്ലേ? മറ്റവനെ പോയി അടിക്ക്, മറ്റവനെ പോയി കൊല്ലണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ടീമിനെ പ്രത്യേകമായിട്ട് മറ്റൊരു ഇസ്ലാമിന്റെ ദൈവത്തിനെതിരായിട്ട് താങ്കൾ സംസാരിച്ച് വർഗീയതയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ദൈവത്തിനെതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. എവിടെ സംസാരിച്ചു? ആര് പറഞ്ഞു? ഇപ്പൊ താങ്കൾ പറഞ്ഞില്ല അള്ളാഹു ആരോടും സംസാരിച്ചിട്ടില്ല എന്ന്. മൂസയോട് അള്ളാഹു സംസാരിച്ചെന്ന് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് പിന്നെ താങ്കൾ പറഞ്ഞില്ല എന്നാണ്. അപ്പൊ അത് അള്ളാഹുവിനെതിരായിട്ടല്ലേ, വർഗീയതയല്ലേ പറഞ്ഞത്? അല്ല, ഒരിക്കലല്ല. അള്ളാഹുവിനെതിരായിട്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അള്ളാഹു ഇങ്ങനെ ഒരു ഗ്രന്ഥം ഇറക്കിയതായിട്ട് വിശ്വസനീയമായിട്ട് എന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഒരു മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് വർഗീയത പറയുന്നത് കേട്ടാ നിങ്ങള്. പുള്ളി പറഞ്ഞു കേട്ടാ, പുള്ളിക്ക് നിങ്ങൾക്ക് ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് അത് കാണത്തില്ല, ആ വിശ്വാസം കാണത്തില്ല. അവരിപ്പോ താങ്കളല്ലേ ഇപ്പൊ അവർക്കെതിരെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആര് പറഞ്ഞു? ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയാം. താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി അതിപ്പോ താങ്കൾ ഇത്രത്തോളം വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത്രയും വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ആണെന്നും പറഞ്ഞുകൊണ്ട് താങ്കൾ അള്ളാഹുവിനെ മുസ്ലിയാക്കന്മാരെയും ഒരു മുർത്തതായിട്ട് ജീവിക്കുന്ന താങ്കൾ ഇത്രത്തോളം വലിയ വർഗീയവാദി. ലോകം കണ്ട നമ്പർ 1 വർഗീയവാദി താങ്കൾ. ആര് വർഗീയത പറഞ്ഞു? ഏത് മുഹമ്മദ് പ്രവാചകനാണ് താങ്കൾ അബ്ദുൽ നാസറെ, താങ്കൾ മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കുന്നില്ല. ഞാനും വർഗീയവാദി, നിങ്ങൾ കണ്ടോ ഈ പുള്ളി മുസ്ലിമായ മുർത്തതായ ഒരു മനുഷ്യൻ ആ അബ്ദുൽ നാസർ എന്നുള്ള പേര് വിട്ടുകൊണ്ട് വന്നിട്ട് പറയാണ് ഇസ്ലാമിന്റെ പ്രവാചകനാണ് പുള്ളി വിശ്വസിക്കുന്നില്ല. അതും വർഗീയതയല്ലേ? ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും എതിരായിട്ടല്ലേ ഈ പുള്ളി സംസാരിക്കുന്നത്? അത് വർഗീയതയല്ലേ? നിങ്ങൾ പറയുന്നത് അല്ല താങ്കൾ വോയിസ് ഒന്ന് ക്ലിയർ ചെയ്യണേ. അറേഞ്ചുള്ള സ്ഥലത്തേക്ക് ഒന്ന് നിൽക്കണേ. ഇല്ല പോയി വോയിസ് ക്ലിയർ ആയിട്ടേ കാര്യമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും എതിരായിട്ട് പുള്ളി മനസ്സിൽ ഇതാണ് പറയുന്നത്. മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇസ്ലാമിനെ സ്നേഹിക്കുന്നു, രഹസ്യത്തില് മുർത്തദുമാണ്. കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം വർഗീയതയാണ്, സമ്മതിച്ചു. അപ്പോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നത് മുഴുവൻ വർഗീയതയാണ്. ഞങ്ങളെ കുറ്റം പറയുന്നത് അല്ല, താങ്കൾ വർഗീയത സംഭവിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം ഞങ്ങൾ വർഗീയത പറയാം, അതെങ്ങനെ ശരിയാവും? അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ നിങ്ങളും പറയും. നിങ്ങളും പ്രവാചനം അംഗീകരിക്കുന്നില്ല, ദൈവത്തെ അംഗീകരിക്കുന്നില്ല, അവരെ കുറ്റം പറയുന്നു. ഞാനും പറഞ്ഞത് തന്നെ, നിങ്ങളും പറയുന്നത്. ക്രിസ്തീയ വിശ്വാസി എന്നനുസരിച്ച് ഞാൻ പറയുന്നത് ക്രിസ്തീയ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മുഹമ്മദിന് ഒരു പ്രവാചകനായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തെ പ്രവാചകനായിട്ട് സ്വീകരിക്കുന്ന വേറൊരു സമൂഹം അപ്പുറത്ത് നിപ്പുണ്ട്. പക്ഷെ താങ്കൾ പറയുന്നത് മുഹമ്മദ് പ്രവാചകനല്ല, അള്ളാഹു ആരോടും സംസാരിച്ചിട്ടുണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല, ഖുർആൻ ഒരു ദൈവികമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു മതവിശ്വാസികൾക്കെതിരെ താങ്കളല്ലേ ഇപ്പൊ വർഗീയ വേഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഈ പറഞ്ഞത് തന്നെയല്ലേ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് മുഹമ്മദ് ഒരു പ്രവാചകനായിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ ക്രിസ്തീയ വിശ്വാസിക്ക് മറ്റു മതങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നത് വർഗീയതയല്ല. അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് കുറ്റം പറഞ്ഞില്ല. കുറ്റം നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾ സമൂഹത്തിൽ മുർത്തതല്ല, താങ്കൾ സ്വയമായിട്ട് സമൂഹത്തിൽ നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ താങ്കളല്ലേ ഏറ്റവും വലിയ വഞ്ചകൻ. ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പൊ അള്ളാഹു വഞ്ചകനാണെന്ന് ഖുറാനിൽ പറയുന്ന അതേ സിസ്റ്റം തന്നെ താങ്കളും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അബ്ദുൾ എന്താണ്? നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അള്ളാഹു വഞ്ചന ചെയ്യുന്നു, താങ്കളും വഞ്ചന ചെയ്യുന്നു. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വർഗീയത എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തീയ വിശ്വാസം ഇല്ലാത്തവനാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ താങ്കൾ ഇസ്ലാമിന്റെ നിസ്കാരങ്ങളും കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പോയിട്ട് മുർത്തതായി നിന്നുകൊണ്ട് ഇസ്ലാമിനെയും അവരുടെ ഇസ്ലാമിന്റെ പ്രവാചകനെ, അവരുടെ ഗ്രന്ഥത്തെയും അള്ളാഹുവിനെയും ഒക്കെ കുറ്റം പറയുമ്പോൾ താങ്കളല്ലേ വർഗീയവാദി അബ്ദുള്ളെ? ഓക്കെ, എങ്കില് പിന്നെ ക്രിസ്തു മതത്തിൽ ബൈബിളിൽ നിന്നൊരു വാക്യം കാണിച്ചു തരൂ. മറ്റു മതങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു പറയാം എന്നുള്ളൊരു ഒരു വാക്യം നിങ്ങൾ ബൈബിളിൽ നിന്ന് കാണിച്ചു തന്നെ. എങ്ങനെ? മറ്റു മതങ്ങളെയൊക്കെ കുറ്റം പറയാം, ആ മതത്തിനുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ വചനം കാണിച്ചു തരും. അല്ല, ഞങ്ങൾ മറ്റു മതത്തെ കുറ്റം പറഞ്ഞത് എവിടാന്ന് കാണിച്ചു തരും. അത് കഴിഞ്ഞല്ലേ ബൈബിളിനകത്തുനിന്ന് തരേണ്ടത്. ഇപ്പൊ ഇത്രയും സമയം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്തായിരുന്നു? പുണ്യകർമ്മമായിരുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടി. അല്ല, എവിടാണ് ഞങ്ങളത് ചെയ്തത്? എന്താണ് ഞങ്ങൾ ചെയ്തത്? പറയൂ. എന്താ നിങ്ങൾ ചെയ്യാത്തത്? എന്താ സുഹൃത്തെ, ഇങ്ങനെ ഉരുളണ്ട. കാര്യം പറഞ്ഞോ, കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു. ബൈബിളിലുള്ള ഞങ്ങൾ മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞത് എവിടാണെന്നുള്ളത് താങ്കൾ പറഞ്ഞോളൂ.
മറ്റു മതങ്ങളെ നിങ്ങൾ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ദൈവനാമത്തിൽ ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മതങ്ങളെയും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലെന്നൊന്ന് പറഞ്ഞേ, ഞാൻ എനിക്ക് സമാധാനം. പറഞ്ഞിട്ടില്ല, ഒരു കുറ്റവും ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ, ഇനി താങ്കളോട് ഞാൻ സംസാരിക്കുന്നില്ല. സോറി, എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. ഏതായാലും നിങ്ങൾ ക്രിസ്തീയ വിശ്വാസിയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഓക്കെ, കഴിഞ്ഞു. അല്ല, സംസാരിച്ചോ. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? മറ്റു മതങ്ങളെ കുറ്റവും പറഞ്ഞിട്ടില്ല. പക്ഷെ താങ്കൾ കുറ്റം പറയുന്നില്ലേ? ഞാൻ പറയുന്നുണ്ട്. ഞാനത് പിന്നെ കുറ്റം പറയാം, താങ്കൾക്ക് കുറ്റം പറയാം, വേറെ ആരും പറയാം. ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ ഒരു കുറ്റവും ഇതുവരെ ഒരു പിന്നെ ഖുറാനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. യഹൂദരെയും ക്രിസ്ത്യാനികളെയും സത്യബ്രദർ ഒരു മിനിറ്റ് താങ്കൾ തെളിയിച്ചോളൂ, ഞങ്ങൾ കുറ്റം പറഞ്ഞായിട്ടുള്ളത്. ഇല്ല, എനിക്ക് തെളിയിക്കാനൊന്നുമില്ല. എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഇത്രയും ഒരുപാട് കാലത്തെ പരിപാടി കേട്ടതുകൊണ്ട് നിങ്ങൾ ഒരു കുറ്റവും പറഞ്ഞതായിട്ട് എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. സത്യമാണ്, നിങ്ങൾ നിരപരാധിയാണ്. അപ്പൊ ഓക്കെ, പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ വർഗീയവാദി എന്ന് പറയുന്നത് താങ്കളാണ്. അപ്പം ആരാ വർഗീയത പറയുന്നത്? ഞാനാണ് ഒന്നാം നമ്പർ വർഗീയവാദി ഞാനാണ്. കേട്ടിരിക്കുന്നവരെ കൂടിയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണേ. അതെ, അബ്ദുൾ എന്ന് വെച്ചാൽ അടിമ. ആരുടെ അടിമയാ? അള്ളാഹുവിന്റെ അടിമ എന്നല്ല, എന്റെ മുഴുവൻ പേര് സഹായിക്കുന്നവന്റെ അടിമ. സഹായിക്കുന്നവൻ അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനത്തെ ആ പേരിട്ടത്. അതുകൊണ്ട് സഹായിക്കുന്നവന്റെ അടിമ, അതായത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടിമ. ഇപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അള്ളാഹുവിന്റെ അടിമയായിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ ദൈവത്തിന്റെ അടിമ, അതായത് ദൈവത്തിന്റെ ഒരു ഇത് തന്നെയാണ് നമ്മള്. ദൈവത്തിന്റെ ഒരു വരദാനല്ലേ നമ്മളെ സൃഷ്ടിച്ചതൊക്കെ ദൈവമല്ലേ. അപ്പൊ താങ്കൾ ഏതാ ദൈവം? താങ്കളുടെ ദൈവം ആരാ? എന്റെ ദൈവത്തിന് അങ്ങനെ ഒരു ദൈവത്തിന് എന്തിനാ മനുഷ്യനായ ഞാനൊരു കൃമി കീടമായ ഞാൻ ദൈവത്തിന്റെ പേരിടാൻ ഞാനാര്? ദൈവത്തിന്റെ പേര്. പക്ഷെ താങ്കൾ ദൈവവിശ്വാസിയാ? ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്. ഓക്കെ, അപ്പം ഏതാ? ഖുറാനിലെ ദൈവമാണോ, ബൈബിളിലെ ദൈവമാണോ, അതോ ഹൈന്ദവ ദൈവമാണോ? ഏത് ദൈവമാണ്? അങ്ങനെ ഏത് ദൈവം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ദൈവത്തിന് ഇങ്ങനെ തരം മാറ്റിയിട്ട് 3-4 ദൈവങ്ങളൊന്നും ഈ ലോകത്ത് 5-6 ദൈവങ്ങളുണ്ടെന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഒരു ദൈവം, ഒരൊറ്റ ദൈവം. ആ ദൈവം ആരാ? ആ ദൈവത്തിന് എന്തിനു നമ്മൾ ദൈവം, അത് അത്രേ ഉള്ളൂ. അതിനൊക്കെ പേരിടാൻ നമ്മൾ ആരും പോർത്തെ. ഒരു കൃമി കീടമായ ഈ രാജ്യത്ത് ഒരു കൃമി ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃമി കീടത്തിന്റെ വില പോലില്ലാത്ത ഞാൻ ദൈവത്തിന് പേരിടാനോ? ദൈവത്തിന് ആ ദൈവത്തെ താങ്കൾ എങ്ങനെ പരിചയപ്പെട്ടത്? എങ്ങനെ മനസ്സിലാക്കിയത്? ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഘട്ടങ്ങൾ വരുമ്പോഴും പല ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മളെ എങ്ങനെയോ ഒരു അദൃശ്യ ശക്തി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, അതാണ് ദൈവം എന്നുള്ളതാണ് എന്റെ സങ്കല്പം. അപ്പൊ സങ്കല്പത്തിലാണ്, അല്ലാതെ ഉറപ്പില്ല. ഉറപ്പിക്കാൻ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അപ്പൊ അല്ലെങ്കിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഈ താങ്കൾ കണ്ടിട്ടുണ്ടോ ദൈവത്തെ? ഞാൻ വെറുതെ ചോദിക്കട്ടെ, സാറ് യഹോവയെ കണ്ടിട്ടുണ്ടോ? അതോ? ഇല്ല, എന്റെ അനുഭവമാണ്. അതാണ്, ആ അനുഭവം തന്നെയാണ് ഞാനും പറഞ്ഞത്. മനസ്സിലായോ? താങ്കൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ അതേ അനുഭവം തന്നെയാണ് ഞാനും പറഞ്ഞത്. താങ്കൾക്കുണ്ട്. പക്ഷെ എന്നിട്ട് എന്തിനാണ് മറ്റൊരു ദൈവവിശ്വാസിയായിട്ടുള്ളവര് താങ്കൾ ഈ കുറ്റം പറയുന്നത്? അള്ളാഹു ദൈവമല്ല, അള്ളാഹു ആരോട് സംസാരിച്ചിട്ടില്ല, മുഹമ്മദ് അള്ളാഹു ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞേ. അല്ല, അള്ളാഹു ആരോട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അള്ളാഹു ആരോട് സംസാരിച്ചിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇല്ല, അങ്ങനെ സംസാരിച്ചതായിട്ടുള്ള ഒരു തെളിവ് എനിക്ക് കിട്ടിയിട്ടില്ലെന്നേ. അതല്ലേ പ്രശ്നം. താങ്കൾക്ക് കിട്ടിയെങ്കിലേ താങ്കൾ വിശ്വസിക്കത്തുള്ളൂ. ഒരു സംശയവും. താങ്കൾക്ക് കിട്ടിയാൽ താങ്കൾ വിശ്വസിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഈ താങ്കളോട് സംസാരിക്കുന്ന ഒരാളെ നേരിട്ട് കണ്ടെങ്കിലേ താങ്കൾ ദൈവമാണെന്ന് വിശ്വസിക്കത്തുള്ളൂ. എങ്ങനെ മനസ്സിലായില്ല? ഒന്നുകൂടെ. താങ്കൾ പറഞ്ഞ അള്ളാഹു സംസാരിക്കുന്നതിന്റെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ താങ്കളോട് സംസാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിലേ താങ്കൾ ആ ദൈവത്തിൽ വിശ്വസിക്കത്തുള്ളൂ. ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല. എന്നോട് തന്നെ സംസാരിച്ചോണമെന്നില്ല. പക്ഷെ ആ ദൈവം സംസാരിച്ചു എന്നത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം. അല്ലാതെ ഇപ്പൊ നമ്മള് ഈ ഒരു പ്രവാചകൻ പറയണ എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അത്ര. ഏത് പ്രവാചകൻ? മുഹമ്മദ് എന്ന പ്രവാചകൻ. മുഹമ്മദ് എന്ന പ്രവാചകൻ പുള്ളിയോട് അള്ളാഹു സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് താങ്കൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ? അതെ, പറഞ്ഞു. അപ്പൊ പിന്നെയും കുറ്റം പറഞ്ഞു. പോട്ടെ. അതുണ്ടാവും. അത് ചോദ്യത്തിന് ചോദ്യം എന്താണോ ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ല, അത് പറയുന്ന അന്നേരം കുറ്റമല്ലേ? അവരുടെ വിശ്വാസത്തെ ശരി. അപ്പം ഈ ഖുറാൻ വിശ്വാസി അല്ലാത്ത ആളെന്നെയാണ് മുർത്തദ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതെനിക്കറിയില്ല. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞു പിന്നെ മുർത്തദാണെന്ന്. അതെ, ഞാൻ ഖുറാൻ വിശ്വാസി അല്ലാത്തവര് ഖുറാൻ വിശ്വസിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളാണെന്നുള്ളത്
എനിക്കറിയാത്ത കാര്യമാണ്. എനിക്കറിയാവുന്ന കാര്യമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, താങ്കളാണ് നേരത്തെ പറഞ്ഞത് താങ്കൾ മുർത്തതാണ്, ദൈവം ഉണ്ടെന്ന്, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതൊക്കെ അത് സമ്മതിച്ചു. പക്ഷെ അത് പിന്നെ അത് ഖുർആനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് പറയേണ്ട കാര്യമല്ല. ഞാൻ മുർത്തതാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കതിനകത്ത് ഖുറാനിൽ വിശ്വസിക്കാത്തവനെയാണല്ലോ മുർത്തതെന്ന് ഇസ്ലാമിക ലോകം പറയുന്നത്. ഖുറാനിലോ അള്ളാഹുവിലും മുഹമ്മദിലും ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും വരലോകത്തിലും വിശ്വസിക്കാത്തവനെ ഇസ്ലാമിക ലോകം മുർത്തതെന്ന് പറയുന്നത്. പിന്നെ അറബിയിലെ ഒരു വാക്ക് അത്രേ ഉള്ളൂ. ഈ മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനൊന്ന് പറയാമോ? അല്ലെ, അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നമ്മുടെ അതുപോലെ അബൂലഹബ് എന്നല്ലേ നബിയുടെ അവരെയൊക്കെ പറയുമ്പോ ലാനത്തുള്ള എന്ന് പറയും. അബുജാഹിലിനെ പറയുമ്പോ ലാനത്തുള്ള എന്ന് പ്രത്യേകം പറയുന്ന കേൾക്കാം. അതായത് ഇപ്പോഴും പറയുന്നുണ്ടോ അബ്ദുള്ള? കേട്ടില്ല. ഇപ്പോഴും പറയൂ എന്ത്? ഈ അബുലഹബിന്റെ ഇരു കൈകളെ നശിച്ചു പോട്ടെ, അബുലഹബ് ലാനത്തുള്ള എന്നൊക്കെ ഇപ്പോഴും പറയാറുണ്ടല്ലോ. അതൊക്കെ നശിച്ചു പോയിട്ട് അത്രയായി. പക്ഷെ ഇപ്പോഴും നമുക്ക് സൂറത്ത് തന്നെയല്ലേ തബ്ബത്തിയത അബൂലഹബിൻ ബത്തബ്, അതായത് അബൂലഹബിന്റെ ഇരു കൈകളും. അതിപ്പോഴും പറയുമല്ലോ. നിസ്കാരത്തിന് മുമ്പ് അത് പറയണമല്ലോ. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത് കഴിഞ്ഞ സംഭവം എങ്ങനെ? അല്ല, നിസ്കാരത്തിന് മുമ്പ് അത് പറയുകയും വേണമല്ലോ അല്ലേ? അല്ല, നിസ്കാരത്തിന് മുമ്പ് അങ്ങനെ പറയണ്ട. ആര് പറഞ്ഞു? എന്ത് നിസ്കാരത്തിന് മുമ്പ് എന്ത് പറയണം? നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തോ? പിന്നെ നിസ്കാരത്തിന് മുമ്പ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വൃത്തിയാകുന്ന എന്ന സമയത്ത് അതിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇതുമുണ്ട്. ഈ കാര്യം അത് തന്നെ, വുദു എടുക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ പറയണം. പന്താവൂർ എഴുതിയ പുസ്തകമുണ്ട് നിസ്കാരത്തിന്റെ സമയം എന്നും പറയണം, അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, എന്നാ അതൊന്നുമില്ല. നിസ്കാരത്തില് അബൂലഹബിന്റെ വിഷയം വരുന്നത് നിസ്കാരത്തില് ഒരു നിങ്ങളെ പിന്നെ വോയിസ് ക്ലിയർ അല്ല. അതായത് കേൾക്കുന്നുണ്ടോ? നിസ്കാരത്തില് ഒരു പ്രാർത്ഥനക്ക്, മെയിൻ പ്രാർത്ഥനക്ക് ഫാത്തിഹ എന്ന പ്രാർത്ഥനക്ക് ശേഷം ഒരു ആയത്ത് ഓതണം, ഒരു സൂറത്ത് ഓതണം. ആ സൂറ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊക്കെ എന്താ വെച്ചാല് എളുപ്പത്തിന് വേണ്ടി ആണ് ഈ വോയിസ് ക്ലിയർ അല്ല. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ? ഏകദേശം പുള്ളി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമായില്ലോ അല്ലേ? ഇയാള് പക്കാ മുർത്തതാണെന്ന് എനിക്കൊരു സംശയമില്ല. ഞാനിത് ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണല്ലോ. പക്ഷെ നിങ്ങൾ ഈ വളരെ തരം താഴ്ന്ന രീതിയിലൊക്കെ കമന്റുകളും ഇതൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് പ്രതികരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അതിന് എടാ പോടാ മറ്റത് 68-13 വായിച്ചാണോ? ആ കമന്റിനകത്തൊന്ന് നോക്കിയേ. ആ കമന്റിനകത്ത് ഏതെങ്കിലും നിലവാരമുള്ള കമന്റ് അതിനകത്ത് ഉണ്ടോ സുഹൃത്തെ? നിങ്ങൾ ആ ചാറ്റിലെ കമന്റുകളൊക്കെ നോക്കിയേ. നിങ്ങൾ ആ ചാറ്റിലിട്ട കമന്റ്സുകളൊക്കെ ഒന്ന് കുറച്ച് മുകളിലേക്കൊന്ന് നോക്കിയേ. അതിൽ എന്തെങ്കിലും നല്ലൊരു കമന്റ് ഉണ്ടോ? തരംതാണ കമന്റ് അല്ലേ അതിനകത്തുള്ളത്? എന്താണ് ഈ തരംതാണ്? നിങ്ങളുടെ കമന്റ് വായിക്കുമ്പോ നിങ്ങൾക്ക് അറിയാം എന്താണ് തരം താഴ്ന്നത്, എന്താണ് മികച്ചത്. ഇപ്പൊ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ കമന്റ് കൂടെ വായിക്കാം, രണ്ടും കൂടെ നടക്കില്ല. അല്ലെങ്കിലേ നെറ്റ്വർക്ക് വളരെ സ്ലോ. പിന്നെ ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിന്ന് സ്കൂട്ട എങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും അവൻ മുങ്ങി എന്നും പറയും. ഞാൻ അതിനു വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് വീണ്ടും വന്നത്, റിസ്ക് എടുത്ത് വീണ്ടും വന്നവരാ. നിങ്ങൾ ഒരുപാട് എനിക്ക് മുമ്പും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചീത്തയൊക്കെ കേട്ടാലും എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തിന് എനിക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയും. നിങ്ങൾ വർഗീയത പറഞ്ഞാൽ വളരെ മോശമായി പറഞ്ഞത് മോശമാണ്. കമന്റുകളൊന്നും കമന്റ് നന്നാക്കും. വർഗീയത ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങളെയും നിങ്ങളല്ലേ ലോക വർഗീയത ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയും ഇസ്ലാമിക ലോകം വിശ്വസിക്കുന്നത് അവരുടെ ഖുറാൻ ഇറക്കി കിട്ടിയതാണെന്ന് എന്താ തെളിവ്? അല്ലാഹു സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു, മുഹമ്മദ് പ്രവാചകനല്ല. ഇത് അവർക്ക് നേരെ നിങ്ങൾ വെക്കുന്ന വർഗീയതയാണ്. അതും മതേതര രാജ്യത്ത് ഇങ്ങനെ വർഗീയത പുലർത്തുന്ന അബ്ദുൽ നാസർ എന്ന് പറയുന്ന താങ്കളാണ്, ഞങ്ങളല്ല.
അല്ല, നിങ്ങൾ ഇതുവരെ ഇസ്ലാം മതത്തിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ പ്രവാചനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അതിനകത്ത് ആ പോയിന്റ് വിട്, അത് നമുക്ക് കൂടുതൽ അത് പിന്നെ താഴെ ഇരിക്കുന്ന ആളുണ്ടല്ലോ. അല്ലെ, വേറെ കാര്യമുണ്ട് സുഹൃത്തെ, ഈ താഴെ ഇരിക്കുന്ന ആളുകളൊക്കെ അരിഭക്ഷണം കഴിക്കുന്നവർ തന്നെ ആയിരിക്കും. അരിഭക്ഷണം കഴിക്കുന്ന താഴെ ഇരിക്കുന്ന ഓഡിയൻസ് ഒന്ന് എഴുതിയിട്ടെ, അബ്ദുൽ നാസർ ആണോ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വർഗീയത പറഞ്ഞത് അതോ ഞങ്ങളാണോ ഒന്ന് എഴുതിയിട്ടെ. അരിയാഹാരം കഴിക്കുന്നവര് എഴുതിയിട്ടേക്കണേ. ബെസ്റ്റ്. അർണബ് ഗോസ്വാമിനോട് മോദിയെ കുറിച്ച് നല്ലത് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഇപ്പൊ ഈ സംഭവം. നിങ്ങളുടെ ബാക്കിയുള്ള ടീം ഞങ്ങൾക്കെതിരെ വർഗീയത പറയുന്നു, ഞങ്ങൾ അടച്ചാക്ഷേപിക്കുമല്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്. അത്ര മോശമുള്ള പരിപാടിയാണ്. അല്ല, പറഞ്ഞില്ലല്ലോ അരിഭക്ഷണം കഴിക്കുന്നവര് മോശമാണെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. താങ്കളല്ലേ ഇപ്പൊ ആ വാക്ക് ഇവിടെ ഇട്ടിട്ട് അരിഭക്ഷണം കഴിക്കുന്നവർ, അതേ അരിഭക്ഷണം കഴിക്കുന്നവരെല്ലാരും ഒന്ന് എഴുതിയിട്ട് ഇവിടെ ഇപ്പൊ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണെന്ന്. ശരി, അരിഭക്ഷണം കഴിക്കുന്നവരോട് താഴെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന അരിഭക്ഷണം കഴിക്കുന്നവരോട് ചോദിക്കുകയാണ്, ഇവിടെ ഞങ്ങളെപ്പോലുള്ള ക്രിസ്ത്യാനികളാണോ വർഗീയത പറയുന്നത് അതോ അബ്ദുൽ നാസർ ആണോ ഇപ്പോൾ വർഗീയത പറയുന്നത് എന്നുള്ളതൊന്ന് എഴുതിയിട്ട്. അല്ല, താങ്കളല്ലേ ഓഡിയൻസിന്റെ വിഷയം പറഞ്ഞത്, ഞാനാണോ പറഞ്ഞത്? അപ്പൊ ആ ഓഡിയൻസിനെ കൊണ്ട് തന്നെ താങ്കളാണ് ഇപ്പൊ അബ്ദുൽ നാസർ എന്ന് പറയുന്ന മുർത്തതാണ് പറഞ്ഞത്, മുർത്തതായ അബ്ദുൽ നാസർ ആണ് പറഞ്ഞത് വർഗീയത പറയുന്നത് ഓഡിയൻസ് അരിയാഹാരം കഴിക്കുന്ന ഓഡിയൻസിന്റെ വിഷയത്തിലേക്ക് മുർത്തതായ താങ്കളാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഓഡിയൻസിനെ കൊണ്ട് തന്നെ നമുക്ക് വോട്ട് ഡീൽ നടത്തിക്കാന്ന് വെച്ചത്. ആരെങ്കിലും എതിരെ വോട്ടിട്ട് ആ ഓഡിയൻസിന് പിന്നെ അതിൽ ഇരിക്കാൻ ചാൻസ് കിട്ടും സുഹൃത്തെ. എങ്ങനെ അതെങ്ങനെയാണ് എന്റെ മുർത്തതെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്നിട്ട് തെറി പറയുന്നവര് പോലും ഇവിടെ മണിക്കൂറുകളോളം ഇരിപ്പുണ്ട്. പിന്നെ മുർത്തതായ താങ്കള് ഇവിടെ കിടന്നിട്ട് ഇസ്ലാമിനെതിരെ അള്ളാഹു ആരോടും സംസാരിച്ചിട്ടില്ല, മുഹമ്മദ് പ്രവാചകനാണ് താങ്കൾ വിശ്വസിക്കുന്നില്ല, താങ്കൾ പിന്നെ ഇസ്ലാമിക ലോകത്തെ പറ്റിക്കാൻ വേണ്ടി പോയി നിസ്കരിക്കാനൊക്കെ പോകുന്നുണ്ട്, താങ്കൾ ഒരു മുർത്തതാണെന്ന് താങ്കൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ മുർത്തതായ താങ്കൾ പറഞ്ഞ് ആ കാര്യത്തിന്മേ താങ്കൾ തന്നെയാണ് ഓഡിയൻസിന്റെ വിഷയത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഓഡിയൻസിനെ കൊണ്ട് വോട്ടിടിപ്പിച്ചത്. അവരിനിയും അബ്ദുൽ നാസർ വർഗീയത പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, അജീഷ് വർഗീയത പറഞ്ഞെന്ന് പറഞ്ഞാൽ അവര് ഈ ഇവിടെ തന്നെ കാണും, ഓഡിയൻസിൽ തന്നെ കാണും. ഇവിടുത്തെ ഇപ്പൊ ഏറ്റവും വലിയ വർഗീയത ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുന്ന അനുകൂലിക്കില്ല എനിക്കറിയാം. ഇസ്ലാമിക് ഹൗസിൽ വന്നിട്ട് നിങ്ങൾ പോലെ സംസാരിച്ചിട്ട് ഇസ്ലാമിക് ഹൗസിൽ തുടർന്ന് വോട്ടിടാൻ വോയിസ് ഒന്ന് ക്ലിയർ ആക്കിയോ? വോയിസ് ഒന്ന് ക്ലിയർ ആക്കൂ. കേൾക്കാമോ? ഇതുപോലെ മറ്റുള്ള ഇസ്ലാമിക ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിട്ട് ഒന്ന് വോട്ട് ചെയ്യിപ്പിക്കും നോക്ക്. ഇസ്ലാമിക ഒരാൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യില്ല, സത്യമാണെങ്കിൽ പോലും തിരിച്ചു ചെയ്യൂ, സ്വാഭാവികം. അതൊക്കെ ഇപ്പൊ വലിയ കാര്യമാണോ? അല്ല, ഞാനാണോ ഇപ്പൊ ഓഡിയൻസിന്റെ അരിഭക്ഷണം കഴിക്കുന്നവരെന്ന് ഞാനാണോ പറഞ്ഞത്? അല്ല, അരിഭക്ഷണം കഴിക്കുന്നത് ഞാനാ പറഞ്ഞത്. ഞാൻ എന്തിനാ മാറ്റി പറയാം? അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇതിൽ എനിക്ക് പ്രതികൂലമായിട്ട് എന്തെഴുതി വിട്ടാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരൊരു ഇതിനെ യേശു വിശ്വാസിയാണെങ്കിൽ അവര് പറയും നമ്മളും പറഞ്ഞിട്ടുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട്, അത്രേ പറയൂ. പക്ഷെ അത് എഴുതി കിന്നരം പറഞ്ഞാണല്ലോ. താങ്കളല്ലേ ഇപ്പൊ ഏറ്റവും വലിയ വർഗീയത ഇവിടെ പറഞ്ഞത്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് ഞാൻ. അതെ. അപ്പൊ പിന്നെ അതല്ല പറഞ്ഞത്, താങ്കൾ മുർത്തതായ താങ്കളല്ലേ പറഞ്ഞത്. അതെ, ഞാനാണ് വർഗീയവാദി. ആ വിഷയം അവിടെ നിർത്തട്ടെ, ആ വിഷയം നിർത്തല്ലേ നമുക്ക്. ഏറ്റവും വലിയ വർഗീയവാദി ഞാനാണ്. തെളിയിച്ചിട്ടില്ല ഇപ്പോഴും. നീ ഹാപ്പി ആക്കാൻ വന്ന ആളാണോ? അപ്പൊ വർഗീയത താങ്കളാണ് വർഗീയത ഉണ്ടായിരിക്കുന്നത്, ശരിയല്ലേ? ഓക്കെ, ശരിയാണ്, വളരെ അപ്പൊ ഈ വർഗീയത വെച്ചുകൊണ്ട് താങ്കൾ എങ്ങനെ പോയി നിസ്കരിക്കും? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി താങ്കൾ ഈ വർഗീയത വെച്ചുകൊണ്ട് എന്തിനാണ് അവരുടെ മുമ്പിൽ നിസ്കരിക്കുന്നത്? നിലനിൽപ്പിന്റെ പ്രശ്നം. നിലനിൽപ്പിന്റെ അതെന്ത് നിലനിൽപ്പ് എന്താണെന്നുള്ളത് അറിയില്ല അല്ലെ? അല്ല, താങ്കൾക്ക് അങ്ങനെ വെച്ചുകൊണ്ട് എന്ത് നിലനിൽപ്പാണെന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ വെച്ചിട്ടേ നിലനിൽപ്പ്. ഞാൻ മുർത്തദ്ദാന്ന് പറഞ്ഞാൽ എന്നെ കിട്ടുന്നു നാട്ടിൽ അടിച്ചു പോയി. അവര് കണ്ടോ,
ഇദ്ദേഹം മുർത്തതാണെന്ന് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോ ഇദ്ദേഹത്തെ അടിച്ചിറക്കുമെന്നാണ് പറഞ്ഞത്. മുർത്തദിനെ അവര് അപ്പം മറ്റേ ഇതിന്റെ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടി കണക്ക് ചിലപ്പോ താങ്കളെ അവർ ആക്രമിക്കും. തീർച്ചയായിട്ടും. അപ്പൊ കണ്ടോ, അപ്പം അവര് വർഗീയത മാത്രമല്ല അവരിൽ തീവ്രവാദം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അവരെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച കാര്യം ഞാൻ പറഞ്ഞു. അവരുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട് അവര് തീവ്രവാദികളുമായി. വർഗീയത മാത്രമല്ല അവരിലുള്ളത്, തീവ്രവാദികളും ഇവിടെ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതെല്ലാം ഇവിടെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വോയിസ് ക്ലിയർ അല്ല. ഗ്രന്ഥത്തിൽ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക നിങ്ങൾ പറ. ഞാനെന്ത് പറയാനാ? അത് ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അതല്ലേ താങ്കൾ പറയണ്ടേ? അതാ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഗ്രന്ഥം ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കും. എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും പ്രവാചകനേക്കാളും നല്ല മനുഷ്യനാണ് ഞാനെന്ന്. പോരെ? അത് പിന്നെ ഞാൻ എല്ലാരോടും പറയുന്നതാണ്. മുസ്ലിം ആയിട്ടുള്ള ഏത് മുസ്ലിയാക്കാരെയല്ല ഏറ്റവും നല്ലവൻ. അത് കറക്റ്റ് അല്ലേ വർഗീസിച്ചായ? നമ്മളിപ്പോ ഏതൊരു മുസ്ലിമിനോട് നമ്മൾ പറയത്തില്ലേ നിങ്ങൾ അല്ല സെൽഫ് അല്ല, നിങ്ങളുടെ മുഹമ്മദിനേക്കാൾ ഏറ്റവും പറഞ്ഞു. അല്ല, ഞങ്ങളും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. മുഹമ്മദിനേക്കാൾ ഏറ്റവും മാന്യതയും സമൂഹത്തിൽ മാന്യതയുള്ളവരും എല്ലാം മുസ്ലിങ്ങൾക്കാണ്, മുഹമ്മദിനല്ലാന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞു താങ്കൾ മുർത്തതാണെന്ന് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ കൈയും കാലും ഒക്കെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾ അവരെ വർഗീയവാദികൾ മാത്രമല്ല അവരെ തീവ്രവാദികളും ആക്കി. ശരിയല്ലേ? ചെയ്തേക്കാം എന്നാ പറഞ്ഞു, ചെയ്യും എന്ന് പറഞ്ഞില്ല, ചെയ്തേക്കാം. നമ്മള് മുൻകരുതൽ എടുക്കേണ്ടത് നമ്മളാണ്. നേരെ തിരിഞ്ഞു കേട്ടോ. ആദ്യമേ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ വർഗീസിച്ച. അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനൊരിക്കലും പറഞ്ഞില്ല എന്താ ചെയ്യാന്ന് ഗ്രന്ഥത്തിൽ പറയോ എന്ന് ചോദിച്ചു. എന്താ ചെയ്യാന്ന് ഗ്രന്ഥത്തിൽ പറയോ എന്നാ ചോദിച്ചു. അങ്ങനെ ചെയ്യൂ, വെറുതെ വാക്കുകളെ വളർത്തിച്ചിട്ട് കേൾക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഒരു കാര്യം സമ്മതിച്ചല്ലോ, എന്ത് ഈ മുഹമ്മദിനേക്കാൾ ഇയാൾ നല്ലതാണെന്ന് പറഞ്ഞത് അതൊരു നല്ല കാര്യമാണ്. ലോകത്തിലെ അത് നമ്മളിപ്പോ അവരുടെ ഗ്രന്ഥത്തില് അവരുടെ ബുഖാരിയുടെയൊക്കെ ഹദീസുകളിൽ നിന്ന് അതുപോലെ സ്വഹീഹ് സിത്ത എന്ന് പറയുന്ന ആ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രവാചകൻ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഉദാഹരണം പറയാമോ പാസ്റ്റർ? ഒരു ഉദാഹരണത്തിൽ കൂടെ മുഹമ്മദ് എന്താണ് വൃത്തികേട് ചെയ്തെന്നും കൂടെ ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഇല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അതിപ്പോ നിങ്ങൾ ഇഷ്ടംപോലെ ഡെയിലി പറയുന്നല്ലേ. മുഹമ്മദ് ചെയ്ത വൃത്തികേട് താങ്കൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണല്ലോ താങ്കൾ പറഞ്ഞ മുഹമ്മദിനേക്കാളും നല്ലതാണെന്ന്. ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞു തന്നെ പ്ലീസ്. മുഹമ്മദ് ചെയ്തൊരു വൃത്തികേട് താങ്കൾ ഇപ്പോൾ ചെയ്യാത്തതും. എനിക്ക് ഏറ്റവും അസഹിഷ്ണുത തോന്നിയത് 6-ാം വയസ്സിലെ കല്യാണം. ആരെ കല്യാണം കഴിച്ചു? അതൊക്കെ ഇപ്പൊ ഞാനങ്ങനെ തലക്കെന്ന് പറയണോ സുഹൃത്തെ? അതൊക്കെ മോശമല്ലേ? 6-ാം വയസ്സില് പ്രവാചകൻ ആരെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്. മുഹമ്മദിനേക്കാളും നല്ലതാണ് താങ്കൾ എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? പറഞ്ഞോളൂ. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞു. 6-ാം വയസ്സിലെ കല്യാണം. അപ്പൊ അത് ആരാണ്? 6-ാം വയസ്സിൽ നിക്കാഹ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെ. എന്തിന്? അല്ല, താങ്കൾ പറയാം 6-ാം വയസ്സിലെ കല്യാണം. 6-ാം വയസ്സിലെ കല്യാണം വെച്ചിട്ട് നിങ്ങൾ മാസങ്ങളോളം ഇതിൽ ചർച്ച ചെയ്തിട്ട് പിന്നെ എന്നോട് തെളിവ് ചോദിക്കുന്നത് അപഹാസ്യമല്ലേ സുഹൃത്തെ? അല്ല, താങ്കൾ പറയാം ആരെ ചെയ്തു എന്ന് പറയൂ. ആരെ ചെയ്തു എന്ന് വർഷങ്ങളോളം, ഒരു 1.5 വർഷമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ വെറുതെ ടൈം വേസ്റ്റ് അല്ലേ? ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇല്ല. ഞങ്ങള് ചെയ്തതിന് ഞങ്ങളെ തെളിവുണ്ട്. താങ്കൾ പറയൂ. എങ്ങനെ ഇങ്ങനെ കള്ളം പറയുന്നത്? ഞങ്ങള് പറഞ്ഞത് വിശ്വാസിയാ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പച്ച അല്ല, ഞങ്ങൾ ആരെ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെളിവ് ഞങ്ങളുടെ ഉണ്ട്. ഇത് താങ്കൾ ആരെ കെട്ടിയെന്നാ പറഞ്ഞത്? ആരെ കെട്ടിയെന്നാ താങ്കൾ പറയുന്നത്? പ്രവാചകൻ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചതിനെ കുറിച്ച് നിങ്ങൾ ഒരു ചർച്ച നടത്തിയിട്ടില്ല? പറഞ്ഞോളൂ. കല്യാണം കഴിച്ചതിനെ പറ്റി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല.
ആയിക്കോട്ടെ. ഈ മുസ്ലിങ്ങളെ ഇതില് നിക്കാഹാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും മെയിൻ. കല്യാണം നാട്ടുകാർക്ക് കൊടുക്കാനാണ്. അത് പറ, കല്യാണവും നിക്കാഹും തമ്മിൽ വ്യത്യാസമില്ലേ? ഇല്ല, ഇതിന് നിക്കാഹാണ് മെയിൻ. കല്യാണത്തിന് ഒരു പ്രസക്തിയും ഇതിലില്ല. ഇസ്ലാമിക കല്യാണവും നിക്കാഹും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാ പറഞ്ഞു. ഏതായാലും എങ്ങനെയൊക്കെ ഉരുണ്ട് മുന്നോട്ട് പോകുന്ന എന്തിനാ? ഉള്ളത് സ്റ്റേൺ ആയിട്ട് ഞാൻ പറയുന്ന പോലെ നേരെ പറഞ്ഞൂടെ സുഹൃത്തെ? ഞാൻ നല്ല നട്ടല് നിവർത്തി തന്നെ പറയുന്നത്. താങ്കളെ പോലെ മുർദ്ദതായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ പോയി നട്ടല് വളച്ചെന്നുണ്ടല്ലോ. മനസ്സിലായോ? നട്ടല് നിവർത്തിയെന്ന് തന്നെ ഞാൻ പറയുന്നത്. താങ്കളെ പോലെ വീട്ടില് വിശ്വാസിയും അകമേ മുർദ്ദതുമായിട്ട് കിടക്കുന്ന ഇരട്ടത്താപ്പുമായിട്ട് കിടക്കുന്നവനല്ല ഞാൻ. ഇരുവള്ളത്തെ കാലി വിട്ടിട്ട് അവകീറിപ്പോന്ന ഇടപാടുമായിട്ട് കിടക്കുന്നവനല്ലേ. അത് താങ്കളുടെ ഗതികേട്. അത് ഗതികേട്. എന്നിട്ടാണ് പറയുന്നത് നേരെ പറയുന്നത്. നാണമില്ലാത്ത വർത്താനം പറഞ്ഞിട്ട് വരുന്നു. നേരെ നാണക്കെട്ട വർത്താനം, ഉളുപ്പില്ലാത്ത വർത്താനം പറഞ്ഞോണ്ട് വന്നിട്ട് പറയാണ് നേരെ ഇന്ന് സംസാരിക്കാനെന്ന്. നേരെ സംസ്കാരം തുളുമ്പാൻ തുടങ്ങിയല്ലോ. അതെ, അത് മുഹമ്മദീയ സംസ്കാരമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ല, ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ അവസാനം മുഹമ്മദിന്റെ ആളുകളായി മാറും. അതാണ് ഇപ്പൊ സംഭവിക്കുക. സംസ്കാരം ഏകദേശം എല്ലാം ആ ഭാഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ, മുഹമ്മദ് പണിയാ കാണിച്ചത്. മക്കയിൽ വെച്ച് കാണിച്ച അതേ പരിപാടിയല്ല മദീനയിൽ ചെന്നപ്പോ കാണിച്ചത്. താങ്കളതല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ പരിപാടിയല്ലല്ലോ ഇപ്പൊ നാട്ടിൽ കാണിക്കുന്നത്. നാട്ടിലെ പരിപാടിയല്ലല്ലോ മസ്ജിദിൽ ചെല്ലുമ്പോ കാണിക്കുന്നത്. മസ്ജിദിലെ പരിപാടിയല്ലല്ലോ ഇപ്പൊ ക്ലബ് ഹൗസിൽ ഇരുന്ന് പറയുന്നത്. നിലനിൽപ്പിന്റെ അവസ്ഥയിൽ എന്ത് ചെയ്തു? മുഹമ്മദ് അതേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ വെച്ച് പറഞ്ഞു നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞു. മദീനയിലേക്ക് എന്നപ്പോഴത്തേനും മാറി നേരെ അവന്റെ പെടല് വെട്ടിക്കോളന്നായി. അതേ സിസ്റ്റം തന്നെയല്ലേ താങ്കൾ ചെയ്യുന്നത്. കറക്റ്റ് ഇപ്പോഴും താങ്കൾ മുഹമ്മദീയനാ. കാരണം എന്താ, വീട്ടിൽ കയറുമ്പോഴത്തേനും പറയും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും അവൻ ലോക കളരാന്ന് പറയും. മസ്ജിദിൽ ചെന്നിട്ടും പറയും ലാ ഇലാഹ ഇല്ലല്ലാ. കാലും ഉരച്ച് കൈ ഉരച്ച് മൂക്കും ചീറ്റി കണ്ണും തിരുമിയിട്ട് ചെന്നിട്ട് നിസ്കരിച്ച് കണ്ടവനെ പ്രാഗിട്ട് വരികയും ചെയ്യും. എങ്ങനെയുണ്ട്? കണ്ടവനെ പ്രാകുന്ന ഇയാളാണ് വന്നിട്ട് പറയുന്നത് നമ്മൾ വർഗീയവാദിയാണെന്ന്. അത് പോട്ടെ, ഈ 6 വയസ്സിൽ ആരെയാണ് നിക്കാഹ് ചെയ്തത്? മുഹമ്മദ് ആരെയാണ് കെട്ടിയത്? ഖദീജനെയാണോ? ആരെയാ? അല്ല, സൗദന തടിച്ചു പെണ്ണുമ്പിള്ള അല്ലേ? തടിച്ചു പെണ്ണുമ്പിള്ള. അപ്പൊ പെട്ടെന്ന് അതിന് 60 വയസ്സായി മാറി കല്യാണം കഴിച്ച ഉടനെ. അപ്പൊ ഈ സൗദ ഈ തടിച്ചു പെണ്ണുമ്പിള്ള കാരണമാണല്ലോ വീട്ടിലുള്ള പെണ്ണുങ്ങൾ വരെ പർദ്ദ ഇടാൻ തുടങ്ങിയത്. ശരിയല്ലേ? വളരെ കറക്റ്റാ. ഈ സൗദ ചേച്ചി അപ്പിടാൻ പോയപ്പോഴാണ് മറ്റവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഓ സൗദ പെണ്ണ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേന് സൗദ നേരെ അതും മടക്കി നേരെ തിരിച്ചു വീട്ടിലേക്ക് വന്നു. പിന്നെ അവർക്ക് എന്ത് ചെയ്തു? തുണി ഇറക്കി കൊടുത്തതിന് ശേഷമാണ് അവര് പോകാൻ തുടങ്ങിയത്. ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ. പിന്നെ ഞങ്ങള് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ കേട്ടത്. അപ്പൊ അതാണ് നിങ്ങളുടെ മൂഢവിശ്വാസം. ആ വിശ്വാസം മാറ്റണം. നിങ്ങളിലൂടെ അല്ല ഞാൻ മുർത്തദ്ദാകുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെ ധാരണയുണ്ട്. ഞങ്ങളിലൂടെയാണ് താങ്കൾ മുർദ്ദതായി എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ക്ലബ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 6 വയസ്സുള്ള ആയിഷനെ മുഹമ്മദ് കെട്ടിയതെന്ന് പറയുന്നത് ഇടപാടാണ്. അപ്പൊ ഈ ആയിഷനെ നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നത് താങ്കൾക്ക് അത്രക്ക് ഇഷ്ടമായിട്ടുള്ള പരിപാടിയല്ല അല്ലേ? അതെന്താ പ്രവാചകൻ അവരുടെ ദൈവം അനുവദിച്ചു കൊടുത്തില്ല? അതിലെന്താ താങ്കൾക്ക് ഇത്ര വർഗീയത തോന്നിയത്? എവിടെ ദൈവം അനുവദിച്ചു കൊടുത്തതിന് എന്താ തെളിവ്? അവരുടെ ദൈവം അനുവദിച്ചു കൊടുത്തതിന് എന്താ തെളിവ്? ബുഖാരിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബുഖാരിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സ്വപ്നത്തിൽ കാണുമായിരുന്നു, അന്നേ അള്ളാഹു എനിക്ക് അനുവദിച്ചു തന്നു കാണുന്നു. എഴുതിയിട്ടുണ്ട്. ഞാൻ എവിടെ എഴുതി വെച്ചെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി ദൈവിക ഗ്രന്ഥമാണെന്ന് എഴുതിയതില്ല. സഹീഹുൽ ബുഖാരി ഇസ്ലാമിന്റെ കർമ്മ അല്ല. താങ്കൾ സഹീഹുൽ ബുഖാരി മിണ്ടായിരിക്കവിടെ. 6 വയസ്സുള്ള പെണ്ണിനെ കെട്ടിയത് മോശമാണെന്ന്. 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയത് മോശമാണെന്ന് അതൊരു വർഗീയതയാണ്. കാരണം ഇസ്ലാമിക ലോകം അതിനെ നല്ലതായിട്ട് തന്നെ കാണുന്നു. മുഹമ്മദ് എന്ന പ്രവാചകൻ 6 വയസ്സുകാരി ആയിഷനെ നിക്കാഹ് ചെയ്തു എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. വിധവാ സംരക്ഷണമാണ്, ബാലികാ സംരക്ഷണമാണെന്നൊക്കെ അവര് പറയുന്നു. അതിനെ താങ്കൾ അത് മോശമാണെന്ന് പറയുമ്പോ അതൊരു വർഗീയതയല്ലേ അടിമേ മുർത്തദേ?
അല്ല താങ്കൾ അത് പറയുമ്പോ വർഗീയതയല്ലേ അത്? ഇപ്പൊ 6 വയസ്സായ കുട്ടിയെ കല്യാണം കഴിക്കുമ്പോ അത് പാടില്ല എന്ന് പറയുന്നത് വർഗീയതയോ ഇന്നത്തെ കാലത്ത്? അല്ല ഇന്നത്തെ കാലത്ത് ചെയ്യാൻ അവര് പറയുന്നുണ്ടോ അത്? പിന്നെ നബിയുടെ മാതൃക എപ്പോഴും പിൻപറ്റണമെന്നല്ല അവർ പറയുന്നത്. ഏത് മാതൃകയും അങ്ങനെയാണെന്നുണ്ട്. അല്ല നബിയുടെ ചര്യ ഈ കാലഘട്ടത്തിലും പിൻപറ്റണമെന്ന് പറയുമ്പോഴത്തേനും താങ്കൾ പിന്നെ എന്തിനാണ് പിന്നെ നിസ്കരിക്കാൻ പോകുന്നത്? തെറ്റല്ലേ അത്? ആണല്ലോ, എനിക്കറിയാലോ, ഞാനത് പറഞ്ഞല്ലോ അതിന്റെ കാര്യം. എന്നിട്ട് പിന്നെ എന്തിനാ പോണത്? അന്നേരം ഇപ്പൊ താങ്കളല്ലേ ഈ മുഹമ്മദിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മക്കയിലെ സ്വഭാവം മദീനയിലെ സ്വഭാവം താങ്കളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ വളരെ വ്യക്തമായി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ താങ്കൾ ഇപ്പോഴും മുഹമ്മദിന്റെ ആ ചിന്താഗതി തന്നെയാണ്, മക്കയിലെ സ്വഭാവവും മദീന സ്വഭാവവും തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ, ഞാൻ ഒരു മുഹമ്മദ് സ്വഭാവക്കാരനാണ്. നെക്സ്റ്റ്. താങ്കള് മുഹമ്മദിയ, താങ്കള് കറക്റ്റ് മുസ്ലിമാണ്. ആയിക്കോട്ടെ, എന്താ വിരോധം എന്താ? അതെ. അപ്പൊ ഇനി മുർത്തതെന്ന് പറയരുത്, താങ്കൾ മുസ്ലിം ആണെന്ന് പറയുന്നത്. ഞാൻ മുഹമ്മദിന്റെ യഥാർത്ഥ പിൻഗാമി എന്ന് പറയണം. ഞാൻ മുർത്തതെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞോളൂ, 99 പ്രാവശ്യം പറഞ്ഞത് നിങ്ങളല്ലേ? താങ്കളല്ലേ പറഞ്ഞ മുർത്തതാണ്. താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാം. ഇതാണ് പ്രശ്നം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ ഉടനെ പറയും പ്രവാചക നിന്ദ എന്ന് പറയും. നിങ്ങൾക്ക് അത് എത്ര ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ പറയാം. താങ്കൾ മുർത്തതാണെന്ന് താങ്കൾ പറഞ്ഞു, അതേ ഭാഷയിൽ താങ്കളെ മുർത്തതയെന്ന് വിളിച്ചു. താങ്കൾ മുർത്തതാണെന്ന് പറഞ്ഞു. താങ്കൾ ഒരു ഇസ്ലാമിക വിരോധിയാണെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ഒരു വർഗീയവാദിയാണെന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞതല്ലേ? താങ്കൾ തന്നെയല്ലേ ഇതെല്ലാം പറഞ്ഞത്? ഇസ്ലാമിക ലോകം തീവ്രവാദികളാണെന്ന് വരെ താങ്കൾ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? ഞാൻ മുർത്തദല്ല മുസ്ലിം പറഞ്ഞത് നിങ്ങളെ. അത് കാരണം മുഹമ്മദിന്റെ സ്വഭാവം താങ്കളിലുണ്ട്. ഇവിടെ മദീനയെ വെച്ചും മക്കയെ വെച്ചും കാണിച്ച അതേ പരിപാടി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മക്കയെ വെച്ച് പറഞ്ഞു നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം. ഇസ്ലാം വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇസ്ലാമിൽ വിശ്വസിക്കാത്തവന്റെ പെരടി വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഇതേ പരിപാടി തന്നെ താങ്കൾ കാണിക്കുന്നു. വീട്ടുകാരുടെ നാട്ടുകാരുടെ എടുത്ത് ചെല്ലുമ്പോഴത്തേനും പറയും നമുക്ക് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയും. ഇത് കറക്റ്റ് മുഹമ്മദിന്റെ ഇടപാട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളല്ലേ ഞാനിപ്പോ മുസ്ലിമാണോ മുർത്തതാണോ നിങ്ങളൊന്ന് പറഞ്ഞു? അത് താങ്കളാണ് തീരുമാനിക്കട്ടെ, ഞാനല്ല. താങ്കളുടെ സ്വഭാവം വെച്ച് താങ്കൾ മുർത്തതുമാണ് മുസ്ലിമുമാണ്. രണ്ടും കൂടെ ആരാണെന്ന് തനിക്കറിയും. രണ്ടും കൂടെ നടക്കും. താങ്കളുടെ സ്വഭാവം അതല്ലേ? താങ്കളുടെ നിലനിൽപ്പിന് വേണ്ടി, ഇസ്ലാമിന്റെ മുഹമ്മദിന്റെ നിലനിൽപ്പിന് വേണ്ടി മുഹമ്മദ് പറഞ്ഞു നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം. അടുത്ത നിലനിൽപ്പിന്റെ സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും പറഞ്ഞു കയറുന്നില്ല, പെടൽ വെട്ടിക്കൊള്ളാൻ പറയും. ഇത് തന്നെ താങ്കൾ ചെയ്യുന്നത്. താങ്കളുടെ നിലനിൽപ്പിന് വേണ്ടി താങ്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ക്ലബ് ഹൗസിൽ എഴുതുന്നുണ്ട് അള്ളാഹു ആരോടും സംസാരിച്ചിട്ടില്ല, ഹദീസുകൾ ദൈവികമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 6 വയസ്സുകാരി ആയിഷനെ മുഹമ്മദ് കെട്ടിയത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇതെല്ലാം പറയും. എന്നിട്ട് പോയി കിടന്നുണ്ട് ഉപ്പൂറ്റിയോ അരച്ച് മൂക്കിൻ്റെ അകത്ത് വെള്ളം കയറ്റി ചീറ്റി ചെവിയുടെ പുറവശത്തോടെ കഴുകി നെറ്റിത്തടം കഴുകി എല്ലാം ചെയ്തിട്ട് ഇടത്തോട്ട് മുണ്ടു കൊടുത്ത് മസ്ജിദിന്റെ അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളവരെ പ്രാകുകയും ചെയ്യും. കഴുകുക, മുഖം കഴുകുക, ഇടത്തോട്ട് മുണ്ടെടുക്കുക, ഇതൊന്നും വലിയൊരു തെറ്റായിട്ട് നിങ്ങൾ കാണുന്നതിൽ വലിയ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്ന അവരുടെ ശരിയെന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് തെറ്റാണെന്നാണോ ഞാൻ പറഞ്ഞത്? നമസ്കരിക്കാൻ ചെല്ലുന്ന സമയത്ത് ഉപ്പൂറ്റി കഴുകാറുണ്ടല്ലോ, മുഖം കഴുകാറുണ്ടല്ലോ, മൂക്കി വെള്ളം കയറ്റി ചീറ്റാറുണ്ടല്ലോ, ചെവിയുടെ പുറവശം കഴുകാറുണ്ടല്ലോ, നെറ്റിയുടെ സൈഡ്. അത് അവര് ചെയ്യുന്ന കർമ്മമാണ് ഞാൻ പറഞ്ഞത്. അതല്ല അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇടത്തോട്ടും മുണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ മുഹമ്മദ് ഇടത്തോട്ടും മുണ്ടെടുത്ത് കാണുന്നു ഹദീസിന്റെ അകത്ത് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അത് വേറെ. അപ്പൊ താങ്കൾ ഇവിടെ ഈ മക്കയിലും മദീനയിലും നിൽക്കുന്ന മുഹമ്മദാണ് താങ്കള്. ഇപ്പൊ ഞാൻ മക്കയിലാണോ? താങ്കൾ ഇപ്പൊ മക്കയിലും ഒരു കാലം മക്കയിലും ഒരു കാലം മദീനയിലും. ചിലപ്പോ കവ കീറി പോവുകയും ചെയ്യും കേട്ടോ. തയ്ച്ചു വെച്ചോണേ ഇതൊക്കെ. അത് തന്നെ. ഒരു കാലം മക്കയിലാണ്, ഒരു കാലം ഇപ്പോൾ അവിടെ. ഇപ്പൊ താങ്കൾ മക്കയിലാണ്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും മദീനയിലാവും, മസ്ജിദിൽ ചെല്ലുമ്പോ മദീനയിലാവും. ഇതാണ് സംഭവം. അപ്പൊ വർഗീയവാദി ആരാണ്? മൈക്ക് ശരി ഇത് കിട്ടുന്നില്ല, വോയിസ് ക്ലിയർ ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ മക്കയെ നിൽക്കുക അല്ലെങ്കിൽ മദീനയെ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ വള്ളത്തെ കാലി വിട്ടിട്ട് കവ കീറി പോകുന്നുണ്ടെങ്കിൽ 2 സൈഡിലേക്ക് അങ്ങ് പോകും. മുഹമ്മദ് ലാസ്റ്റ് കവ കീറുമോ? എനിക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ തന്നെയാണ് താല്പര്യം എന്റെ മനസ്സിൽ. പക്ഷെ സാഹചര്യം സമ്മതിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ മക്കയിലും മദീനയിലൂടെ നിൽക്കുകയാണെന്ന് സത്യവാറ സംസാരിച്ചു.
അതെ അതെ, എനിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണമെന്നുണ്ട്. അപ്പോൾ മക്കയിലോ മദീനയോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കണമെന്നുണ്ട്. പക്ഷെ സാഹചര്യം സമ്മതിക്കുന്നില്ല. അടിമൊരു പണി, നന്നായിട്ട് നിസ്കരിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മറ്റുള്ളവര് വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ വർഗീയത താങ്കൾക്ക് മനസ്സിലാക്കി തന്നു ഞങ്ങള്. മനസ്സിലായല്ലോ? വർഗീയവാദി എന്ന് താങ്കൾ തന്നെ തെളിയിച്ചു താങ്കളുടെ നാവിനാൽ. അതെ അതെ അതെ, ഞാൻ ഒന്നാണെങ്കിൽ നിങ്ങൾ 100 ഇരട്ടിയാണെന്നുള്ളത് ഞാൻ അങ്ങോട്ടും തെളിയിച്ചു താങ്കൾ തന്നിട്ടുണ്ട്. ചെല്ല് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓക്കെ, നോ പ്രോബ്ലം. എനിക്കത് ഇത് തന്നെ നിന്നോളന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ കള്ളത്തരം പറഞ്ഞിങ്ങോട്ട് കയറി വന്നേക്കരുത്. മനസ്സിലായല്ലോ? ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അപ്പോഴും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. നേരായിട്ട് തന്നെ കാര്യം പറഞ്ഞു, വളരെ കൃത്യമായിട്ട് തന്നെ കാര്യം പറഞ്ഞു. വർഗീയത തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും പറയുന്നത് അതെ. വേറെ ഒരു കാര്യം കൂടെ ഞാൻ വർഗീയത തന്നെയാണ് നിങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് തീർത്ത് പറയും. ഒരു സംശയം. അബ്ദുള്ള ഒരു കാര്യം പറയാം. അബ്ദുള്ള, ഈ ഇരു മനസ്സുള്ളവരുടെ ജീവിത രീതി ശരിയല്ല, മനസ്സിലായോ? കാരണം ഇരു മനസ്സുള്ള മനുഷ്യൻ ഒറ്റ മനസ്സേ ഉള്ളൂ. അതിന് പിന്നെ താങ്കൾ പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേനും താങ്കൾ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കല്ല. അതിനാണ് ഇരു മനസ്സുള്ളവരെന്ന് പറയുന്നത്. കാരണം ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ല, പിന്നെ ഒരാൾ കൊല്ലാൻ വരുമ്പോ ഒരു മുസ്ലിമിനെ കൊല്ലാൻ വരുമ്പോ ജയ് ഗുരുവായൂരപ്പ എന്ന് വിട്ടാൽ നിന്നെ വിടാമെന്ന് പറഞ്ഞാല്, ജയ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാല് നിന്നെ വിടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും താങ്കളെ കാണിക്കുന്ന മോശമല്ലേ? കാരണം താങ്കൾ പറയുന്നത് എന്താണ്? താങ്കൾ പറയുന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങളെല്ലാം തെറ്റാണ്. പക്ഷെ താങ്കൾ എന്ത് ചെയ്യുന്നു? താങ്കൾ നിസ്കരിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ ഇരു മനസ്സെന്ന് പറയുന്നത്. കാരണം നിലനിൽപ്പിന് വേണ്ടി മനസ്സിനെ എന്ത് ചെയ്തു മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളാണ് ഏറ്റവും വലിയ ഇരുമനസ്സുള്ളവൻ. അതായത് ഇരുമനസ്സുള്ളവരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇരുമനസ്സുള്ള താങ്കളോട് പറയാണ്, താങ്കൾ ഒറ്റ മനസ്സിലേക്ക് പോവുക. മനസ്സിലായോ? കാരണം എന്താ അറിയോ? ഇരുമനസ്സുള്ള മനുഷ്യൻ ഓരോരുത്തരും തന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. സ്വന്തം കൂട്ടുകാരനോട്, വീട്ടുകാരോട്, ബന്ധുക്കാരോടും, മിത്രക്കാരോട് എല്ലാരോടും എന്ത് ചെയ്യുന്നു? അവൻ ഇരുമനസ്സുള്ളവനായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നു? ഈ ഇരുമനസ്സുള്ളവരുടെ പ്രത്യേകതയാണ് എന്ത്? തന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കും. കപടമുള്ള അതരത്തോടുകൂടെ ഇരുമനസ്സോടുകൂടെ അവർ സംസാരിക്കും. കാരണം കൂട്ടുകാരനോട് പോലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മൊത്തം അങ്ങനല്ലേ? അപ്പൊ അതുകൊണ്ടാണ് താങ്കൾ ഇരുമനസ്സുള്ള താങ്കള് എന്ത് ചെയ്യണം? താങ്കളുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചിട്ട് നേരായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതിന് താങ്കൾ മുസ്ലിമായിട്ട് ജീവിച്ച് മുൻകീറിന്റെയും നക്കീറിന്റെയും ഒക്കെ അടിമേടിച്ച് കബർ ദണ്ഡനവും കബർ ശിക്ഷയൊക്കെ കഴിഞ്ഞ് കിടക്കുക എന്നുള്ള കാര്യം താങ്കളുടെ ഇഷ്ടം. മുഹമ്മദിനെ പോലെ അടിമേടിച്ച് കിടക്കുക എന്നുള്ളത് താങ്കളുടെ ഇഷ്ടം. അതല്ലാന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിത്യത വേണമെന്നുള്ളത് താങ്കളുടെ ഇഷ്ടം. എന്താണെങ്കിലും ഇരു മനസ്സുള്ളവരുടെ ജീവിത രീതി വളരെ മോശമാണ്. അവർ തന്റെ കൂട്ടുകാരനോടും വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാം വ്യാജം കാണിച്ച് വ്യാജം പറഞ്ഞ് ഇരു മനസ്സുള്ളവരായിട്ട് ജീവിച്ച് രണ്ട് കാല് വള്ളത്തെ കാല് വെച്ച് കവ കീറി പോകുന്നതിനേക്കാളും നല്ലത് മാന്യമായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുക, ആടി നിൽക്കാതെ. ഞാനൊരു കാര്യം ഇപ്പോ ഈ മറ്റു മതങ്ങളെ കുറിച്ച് കുറ്റം പറയാം, മറ്റു മതങ്ങളിലുള്ള പോരായ്മകളൊക്കെ വിളിച്ചു പറയാമെന്നുള്ള അങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അബ്ദുൽ നാസർ കേൾക്കാമോ? ഒരു സെക്കൻഡ്, ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഞാൻ സിസ്റ്റർ പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ വിഷയം ഒന്നുമല്ല ചോദിക്കണേ. ഞാൻ ചോദിക്കുന്നതേ ജോലിയൊക്കെ ആയോ? ജോലിയൊക്കെ കിട്ടിയോ അബ്ദുൽ നാസർ? ജോലിയൊക്കെ കിട്ടിയോ? പ്രവാചകരെ കുറിച്ച് കുറ്റം പറയാം, അവരെ പോരായ്മകൾ അതിവിടെ സഹോദരന്മാര് സംസാരിച്ചില്ല. അബ്ദുൽ നാസർ ഒന്നും ആയിട്ടില്ല, അന്വേഷണത്തിലാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇല്ലല്ല, കാര്യങ്ങള് ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം റബ്ബറിന് പ്ലാസ്റ്റിക് ഇടുന്ന സമയമല്ലേ, അപ്പൊ ഇടക്കൊക്കെ പ്ലാസ്റ്റിക് ഇടുന്ന ഒരു ഇതൊക്കെ കിട്ടും. അതിന് ഒരു ദിവസം പോയാൽ തന്നെ 1500-2000 റുപ്യൊക്കെ കിട്ടും. അതിന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജോലി ആയിട്ടില്ല, അന്വേഷണത്തിലാണ്. ഇല്ലല്ല, സ്ഥിരം ജോലി ആയിട്ടില്ല. പിള്ളേരൊക്കെ ഇപ്പൊ ഒരുത്തനെ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, ഹൈസ്കൂളിലായി, മറ്റവന് LKG-യിലേക്ക് ചേർത്തു. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുറച്ച് വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം എന്തായാലും ഇടയ്ക്കൊക്കെ ഓരോ പണി കിട്ടുന്നോണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള മറുപടി. എന്തിനാണ് പള്ളിയിലും പോകുന്നത്?
ഇല്ലല്ല ഇവിടെ ഒന്നും വലിയ ഇതൊന്നും മകലുകാര് പുള്ളി മതം വിട്ടെന്നറിഞ്ഞാല് പിള്ളേരുടെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി നേരെ ആവൂല. ജോലി നഷ്ടപ്പെട്ടു മതം വിട്ടപ്പോ. രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കുന്നത് എന്തിനാന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ലിസ്റ്റർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരമാണ് ലിസ്റ്റർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യ രൂപേണ. അത് മറ്റുള്ളവർക്കും കൂടിയും കേൾക്കുന്നത് നന്നായി. ക്ലിയർ അല്ല പറയുന്നത്, ക്ലിയർ അല്ല. തോട്ടത്തിലാണോ? ഞാന് കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. ഇത് നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് ഇവിടെ, അതാണ് പ്രശ്നം. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, പക്ഷെ സംസാരിക്കുമ്പോ അങ്ങനെ ഒരു മാരിയായി പോകുന്നുണ്ട്. ഞാനേ രണ്ട് വള്ളത്തിലും കാലിട്ട് നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ലീ സിസ്റ്റർ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ? ഏതായാലും അബ്ദുൽ നാസർ പോയി കിടന്നുറങ്ങ. ഇന്നിപ്പോ കുറെ സമയം സംസാരിച്ചില്ലേ? അജീഷ് ബ്രദർ പറഞ്ഞത് അവസാനം കേട്ടില്ലേ? ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം അബ്ദുൽ നാസറെ, താങ്കളുടെ ആ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മാറി നേരെയാകാൻ കേട്ടോ. ഓക്കെ. ഞാന് ഇടക്ക് വരും. ഇതുപോലുള്ള നിങ്ങൾക്ക് എടാ പോടാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ അങ്ങോട്ട് അങ്ങനെ വിളിക്കില്ല. അത് ഉറപ്പാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ പറയും. ഓക്കെ. ഞാൻ എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം മറക്കുക. ഓക്കെ. കർത്താവ് എല്ലാത്തിനും ഒരു വഴി കാണിക്കട്ടെ. ദൈവം, ജീവനുള്ള ദൈവം താങ്കളുടെ എല്ലാ കാര്യത്തിന്മേലും ഒരു വഴി ഒരുക്കി തരട്ടെ കേട്ടോ.